സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ, അപ്പോൾ KGMയുടെ സ്റ്റേറ്റ് സർവീസ് സെല്ലിന്റെ ഇനീഷ്യേറ്റീവിൽ നടക്കുന്ന ഒരു ഫോൺ ഇൻ പ്രോഗ്രാമാണ് സൂം പ്ലാറ്റ്ഫോമിൽ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ, കേൾക്കുന്നുണ്ട്. സൂം പ്ലാറ്റ്ഫോമിൽ സർവീസ് സംബന്ധമായ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ഒരു സർവീസ് എക്സ്പെർട്ട് ഓരോ ഡിഫറെന്റ് ഫീൽഡിലുള്ളത് വെറും ഒരു ശമ്പളം വാങ്ങിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല സർവീസ് ഇഷ്യൂ. അപ്പോൾ അതിൽ പലതരം ഇഷ്യൂകളുണ്ട്. അപ്പോൾ എന്താണ് സർവീസിൽ പലതും നടക്കുന്ന കാര്യങ്ങൾ, യൂഷ്വലി റുട്ടീനിൽ സർവീസിൽ നടക്കുന്ന വർക്കുകൾ എന്തൊക്കെയാണ്, അതിനെപ്പറ്റി എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവണം. ആ കൊടുക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല എല്ലാ ഡോക്ടേഴ്സിനും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് 9ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു സർവീസ് സംബന്ധമായ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി എപ്പോഴും കേൾക്കുന്നതാണ് ഡിസബിലിറ്റി ബോർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനുവേണ്ടി ആൾക്കാരെ പോസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. യൂഷ്വലി ആ പോസ്റ്റ് ചെയ്യുന്ന 4-5 പേര് പല സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അവര് ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾക്ക് പലപ്പോഴും ആ ഫീൽഡിൽ പോകാതെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അനസ്തറ്റിസ്റ്റ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ബോർഡ് നടക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ അവിടെ എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ ഫങ്ഷനിങ്, എന്തൊക്കെയാണ് അതിന്റെ ഒരു മുന്നൊരുക്കങ്ങൾ, എങ്ങനെയാണ് കൊടുക്കുന്നത്, അതെങ്ങനെയൊക്കെ ഉപയോഗപ്രദമാവും ജനങ്ങൾക്ക് എന്നുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും ഒരു ഐഡിയയും പേഴ്സണലി എനിക്കില്ല. ഒരു പക്ഷേ നമ്മുടെ സർവീസിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ പെരിഫറിയിൽ നിന്ന് ഒരു പല അപ്രോച്ച് ചെയ്യും. ഞങ്ങൾക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണമെന്ന് ഡോക്ടറെ അപ്രോച്ച് ചെയ്യുമ്പോൾ, മെഡിക്കൽ ഓഫീസർ ചെയ്യുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് ആൾക്കാരെ ഡയറക്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് സ്ഥലത്ത് കൊണ്ടുപോയി പിന്നെ എത്തിക്കണം. എന്നാലേ അവർക്ക് അങ്ങനെ കറക്റ്റായിട്ട് നല്ലൊരു വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ അതിന് പ്രയോജനമുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലതും ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ എന്താ പറയുക, നമുക്ക് പറഞ്ഞു തരാനായിട്ട് എത്തിയിട്ടുള്ളത് സർവീസ് എക്സ്പെർട്ടായ ഡോക്ടർ സജീന AS ആണ്. ഡോക്ടർ സജീന AS പറയുകയാണെങ്കിൽ ഈസ് എ ജൂനിയർ കൺസൾട്ടന്റ് ഇൻ ഫിസിയാട്രിസ്റ്റ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നെടുമങ്ങാട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. ഡോക്ടർ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ UDID ട്രിവാൻഡ്രം. UDID എന്താന്നുള്ളതൊക്കെ യൂണിക് ഡിസബിലിറ്റി ID എന്നാണ് ഞാൻ തോന്നുന്നു. ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോൾ അതിനൊരു കാർഡൊക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ പോർട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം. സർവീസിലുള്ള എല്ലാവരും ആര് ചോദിച്ചാലും അറിയില്ല എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ മോശക്കേടാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൽ പല വീടുകളിൽ ഇപ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഡിസബിലിറ്റി ബോർഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു എന്താ പറയുക ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പരിചയപ്പെടുത്തലാണ്. അപ്പോൾ അതിനെ തുടർന്ന് അതിനുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് ഇതിലിപ്പോൾ സ്വാഗതം പറയാനായിട്ട് ഞാൻ നമ്മുടെ സർവീസിലെ മെമ്പറായ ഡോക്ടർ അഭിലാഷ് കൃഷ്ണനെ ക്ഷണിക്കുന്നു. ഡോക്ടർ അഭിലാഷ്. താങ്ക് യു സന്തോഷ് സാർ. എല്ലാവർക്കും നമസ്കാരം. KGMOA സ്റ്റേറ്റ് സർവീസ് സെല്ലിന്റെ സർവീസ് സഹായി എന്ന ഉദ്യമത്തിന്റെ 9ാമത്തെ എപ്പിസോഡാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിനു മുമ്പുണ്ടായിട്ടുള്ള 8 എപ്പിസോഡുകളും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ സാറ് ആദ്യമേ പ്രിഫേസിൽ പറഞ്ഞതുപോലെ തന്നെ UDID കാർഡ് അല്ലെങ്കിൽ ഡിസബിലിറ്റി ബോർഡ് ഇതെല്ലാം സാധാരണ രീതിയിൽ FHCയിലും CHCയിലും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ ഓഫീസർമാർക്ക് കേട്ടുകേൾവി മാത്രമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ വൈഫ് ജൂനിയർ കൺസൾട്ടന്റ് പീഡിയാട്രിക്സ് ആയതുകൊണ്ടും ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും എനിക്ക് ചെറിയൊരു ഐഡിയ ഇതിനെപ്പറ്റി ഉണ്ടെങ്കിലും പൂർണ്ണമായിട്ടുള്ള ഒരു പിക്ചർ ഇപ്പോഴും ഇല്ല. മിക്കവരുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. പക്ഷെ എന്തൊക്കെ ഇരുന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കലാണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. ആദ്യമായിട്ട് നമ്മുടെ എല്ലാ സംസ്ഥാന നേതാക്കളെയും ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഓരോ ജില്ലയുടെ നേതാക്കളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ സ്റ്റേറ്റ് സർവീസ് സെല്ലിന്റെ തന്നെയുള്ള
സന്തോഷ് സാറുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷാരോൺ സാറ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടുപേരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇന്നത്തെ ഫാക്കൽറ്റി സജീന മാഡം. സന്തോഷ് സാറ് പറഞ്ഞ പോലെ തന്നെ മാഡം ജൂനിയർ കൺസൾട്ടന്റ് ആണ്, PMR ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ നെടുമങ്ങാട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് UDIDയുടെ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സെഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഞാൻ മാഡത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് ഈ ഒരു ക്ലാസിന്റെ പാർട്ടാവാനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട KGMI മെമ്പർമാരെയും ഈ ഒരു അവസരത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് KGMI. ഹലോ, ഞാൻ അദ്ദേഹം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഡോക്ടർ സജീനെ ഈ സെഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് ആർദവം ക്ഷണിച്ചോളൂ. ഡോക്ടർ സജീന. ഓക്കെ സാറേ, താങ്ക് യു സന്തോഷ് സാർ ആൻഡ് ഡോക്ടർ അഭിലാഷ് സാർ. അപ്പം ഞാൻ ഡോക്ടർ സജീന, ഞാൻ നെടുമങ്ങാട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഫിസിയാട്രിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഡിസബിലിറ്റി ബോർഡിൻ്റെ നോഡൽ ഓഫീസർ സ്ഥാനം കൂടി ഉണ്ട്. അപ്പം അത് കാരണം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ആ ഒരു ഡിസബിലിറ്റി ബോർഡ് അസസ്മെന്റ് എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ ആ സൈറ്റിനെ പറ്റിയിട്ടൊരു അവബോധം മാത്രമാണ് ഞാനിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതുണ്ട്, പക്ഷെ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ തീരത്തില്ല സെഷൻ. പിന്നെ നിങ്ങൾക്ക് അത് ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് പലർക്കും അതൊരു ഇതാവും. അതുകൊണ്ട് കുറച്ചൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ ഡിസബിലിറ്റി അസസ്മെന്റ്, UDID കാർഡ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ ആ സൈറ്റിനെ പറ്റിയിട്ട് സൈറ്റിനെ ഒന്ന് പരിചയപ്പെടുത്താനും കൂടെയാണ് ഞാൻ അവസരം ഉപയോഗിക്കുന്നത്. അപ്പം വാട്ട് ഈസ് UDID? UDID എന്ന് പറഞ്ഞാൽ യുണീക് ഡിസബിലിറ്റി ഐഡന്റിറ്റി കാർഡാണ്. It is issued it is a project by the central government, which is for issuing disability identity card, a unique disability identity card for all persons with disabilities across the India. അപ്പോൾ അതിന് നമുക്കൊരു സൈറ്റ് ഉണ്ട്, ഒരു പോർട്ടലുണ്ട്, www.swalambancard.gov.in എന്ന് പറയുന്ന പോർട്ടൽ വഴിയാണ് നമ്മൾ പേഷ്യൻസ് എല്ലാവരും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതും അപ്ലൈ ചെയ്യുന്നതും. പിന്നെ നമ്മൾ ഇപ്പം സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഓൺലൈൻ വഴിയാണ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്നതും ഈ പോർട്ടൽ വഴിയാണ്. അപ്പം നേരത്തേക്ക് നമുക്ക് ഐഡന്റിറ്റി കാർഡും അങ്ങനെ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്ന റിട്ടേൺ ആയിട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ റിട്ടേൺ ആയിട്ട് കൊടുക്കുമ്പം ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, നമ്മുടെ ഡോക്ടേഴ്സിന്റെ പ്രത്യേകിച്ച് നമ്മുടെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും പലർക്കും വായിക്കാൻ പറ്റത്തില്ല, ലെജിബിൾ ആകത്തില്ല, പിന്നെ അതിൽ വെട്ടിത്തിരുത്തലും എല്ലാം ഉണ്ടാവും. അപ്പം അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരുടെ കയ്യിൽ, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, അവരുടെ കയ്യിൽ ഒരാളുടെ കയ്യിൽ തന്നെ ഒന്നിലധികം സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഒരാൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോക്കോമോട്ടർ ഡിസബിലിറ്റിയുടെ സർട്ടിഫിക്കറ്റ്, ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയുടെ വേറെ സർട്ടിഫിക്കറ്റ്, അങ്ങനെ മൾട്ടിപ്പിൾ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ കാർഡ് ആക്കുമ്പോൾ യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റി കാർഡാണ്. അതിനകത്ത് പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡിങ് ദ ആധാർ ഡീറ്റെയിൽസ് വരും, അതിൽ ഡിസബിലിറ്റി അസസ്മെന്റ് വരും, പെർസെൻറ്റേജ് എത്രയാണെന്ന് വരും. അതെല്ലാം ഒരു സ്കാൻഡ് കോപ്പി പോലെയാണ് വരുന്നത്. അപ്പോൾ ഒരു യുണീക്ക് ആയിട്ടൊരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും കാർഡും ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പർപ്പസ്. അപ്പം നമുക്ക് ആദ്യം ഡിസബിലിറ്റി അസസ്മെന്റിന്റെ ഗൈഡ് ലൈൻസിനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാം. അപ്പം നമ്മുടെ ഡിസബിലിറ്റി അസസ്മെന്റ് ഇപ്പം ഓൾ ഓവർ ഇന്ത്യ ഗസറ്റ് ഓഫ് ഇന്ത്യ വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പം ഗസറ്റ് ഓഫ് ഇന്ത്യ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ഇപ്പം നമ്മൾ ഡിസബിലിറ്റി അസസ്മെന്റ് നടത്തുന്നത്. നേരത്തെ തന്നെ പലതരം സ്കെയിൽ ഉണ്ടായിരുന്നു, മക്ബ്രൈഡ്, അങ്ങനെ പല സ്കെയിലുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് യൂണിഫോം ആയിട്ട് ഒരു ഗസറ്റ് ഓഫ് ഇന്ത്യ ഗൈഡ് ലൈൻ ഇപ്പൊ നമുക്ക് 2024 മാർച്ചിലാണ് അതിന്റെ ലേറ്റസ്റ്റ് അമെന്റ്മെന്റ് വന്നേക്കുന്നത്. RPWD ആക്ട് 2016 നേരത്തെ ഇറക്കിയ ഗൈഡ് ലൈൻ തന്നെ ഇപ്പോൾ ഒന്ന് മോഡിഫൈ ചെയ്ത് 2024 അതിന്റെ അമെന്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരമാണ് നമ്മൾ ഡിസബിലിറ്റി സർട്ടിഫൈ ചെയ്യുന്നത്. അപ്പൊ അതിന് ഒത്തിരി സെക്ഷൻസ് ഉണ്ട്. അതിൽ പാർട്ട് 2 സെക്ഷൻ 3 സബ്സെക്ഷൻ 2 നമ്മൾ ആ ഒരു ഡിസബിലിറ്റി അസസ്മെന്റിനെ പറ്റി പറയുന്നത്. അപ്പം ഇതിനകത്ത് സെക്ഷൻ 56 പ്രകാരമാണ് സെൻട്രൽ ഗവൺമെന്റ് ഒരു ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതാണ് ഗസറ്റ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ്. ഈ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് നമ്മൾ ഓരോ ആൾക്കാരെയും ഡിസബിലിറ്റി നോക്കി അസസ് ചെയ്യും. അപ്പൊ ഇപ്പൊ നേരത്തെ നമുക്ക് ടോട്ടലി 4 ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി മുമ്പ് ഉണ്ടായിരുന്നു. ലോക്കോമോട്ടോർ, വിഷ്വൽ ഇമ്പയർമെന്റ്, ഹിയറിംഗ് ഇമ്പയർമെന്റ്, മെന്റൽ ഇൽനസ് ഓർ മെന്റൽ റിട്ടാർഡേഷൻ, അങ്ങനെ 4 തരം ഡിസബിലിറ്റി ആണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ അതിന് വൈഡായിട്ട് നമ്മൾ 21 ടൈപ്സ് ഓഫ് ഡിസബിലിറ്റീസ് ആയിട്ടാണ് ഗസറ്റിൽ പറയുന്നത്.
21 ടൈപ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ ബ്ലൈൻഡ്നെസ്, ലോ വിഷൻ, അത് രണ്ടും വിഷ്വൽ ഇമ്പയർമെന്റിന്റെ അണ്ടറിൽ വരും. ലെപ്രസി ക്യൂർഡ് പേഴ്സൺസ് ലോക്കോമോട്ടർ ഡിസബിലിറ്റിയുടെ ഒരു ടൈപ്പ് ആയിട്ട് വരും. ഹിയറിംഗ് ഇമ്പയർമെന്റ്, ലോക്കോമോട്ടർ ഡിസബിലിറ്റി, ദെൻ ഡ്വാർഫിസം, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, മെന്റൽ ഇൽനെസ്, അതിനകത്താണ് ഷിസോഫ്രീനിയ, ഡിപ്രസീവ് ഇൽനെസ്, സൈക്കോസിസ് അങ്ങനെയുള്ള കണ്ടീഷൻസ് വരുന്നത്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, സെർബ്രൽ പാൾസി, മസ്കുലർ ഡിസ്ട്രോഫി, chronic neurological conditions, specific learning disabilities, multiple sclerosis, speech and language disability, പിന്നെ blood cell disorders, തലാസീമിയ, ഹീമോഫീലിയ ആൻഡ് സിക്കിൾ സെൽ ഡിസീസ്, അതിനെ മൂന്നിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്. മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് ഡിസബിലിറ്റീസ് കമ്പൈൻ ചെയ്ത് വരുന്നത്, ലോക്കോമോട്ടർ ഓർ ഹിയറിംഗ്, വിഷ്വൽ പ്ലസ് ഹിയറിംഗ്, അങ്ങനെ പലതരം ഡിസബിലിറ്റീസ് കമ്പൈൻ ചെയ്ത് വരുന്നത്, ഒന്നോ രണ്ട് കൂടുതൽ ഡിസബിലിറ്റീസ് കമ്പൈൻ ചെയ്ത് വരുന്നതാണ്. പിന്നെ ആസിഡ് അറ്റാക്ക് വിക്ടിം ആൻഡ് പാർക്കിൻസൺസ് ഡിസീസ്. ഇത്രയും ടൈപ്സ് ഓഫ് ഡിസബിലിറ്റീസ് ആണ് പുതിയ ഗസറ്റിൽ നമുക്ക് ഉള്ളത്. ഇപ്പൊ നേരത്തെ പോലെ ഇപ്പം എല്ലാ കണ്ടീഷൻ, ഓൾമോസ്റ്റ് കുറെ കണ്ടീഷൻസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സെക്ഷൻ 56 പ്രകാരമാണ് ഗൈഡ് ലൈൻ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. സെക്ഷൻ 57 പ്രകാരമാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ ദ യൂണിയൻ ടെറിട്ടറി shall designate persons having requisite qualifications and experience as certifying authorities who shall be competent to issue the disability certificate and also notify the jurisdiction within which the terms and conditions subject to which the certificate. അപ്പോൾ സെക്ഷൻ 56 പ്രകാരമാണ് സെൻട്രൽ ഗവൺമെന്റ് ഗൈഡ് ലൈൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. 57 പ്രകാരം സ്റ്റേറ്റ് ഗവൺമെന്റിന് ആരാണ് സർട്ടിഫൈങ് അതോറിറ്റി എന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യാനുള്ള ഒരു റൂളാണ് സെക്ഷൻ 57. നമ്മൾ ലോക്കോമോട്ടർ ഡിസബിലിറ്റി അസസ് ചെയ്യുമ്പം ലോക്കോമോട്ടർ ഡിസബിലിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ് സെർബ്രൽ പാൾസി, ലെപ്രസി ക്യൂർഡ്, ഡ്വാർഫിസം, ആസിഡ് അറ്റാക്ക് വിക്ടിം ആൻഡ് മസ്കുലർ ഡിസ്ട്രോഫി. ഇതിൽ സെർബ്രൽ പാൾസി എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സെർബ്രൽ പാൾസി എന്ന് തന്നെയാണ് മെൻഷൻ ചെയ്യുന്നത്. കാരണം നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് സെർബ്രൽ പാൾസി ഒക്കെ ഉള്ളത്. അപ്പൊ ഇതിനകത്ത് മെഡിക്കൽ അതോറിറ്റി ആരാന്ന് ചോദിച്ചാൽ ഇതിനകത്ത് സൂപ്രണ്ട് ആണ് മെയിൻ ആയിട്ടുള്ള ആള്. സൂപ്രണ്ട് ആരായ, അതായത് ചെയർപേഴ്സൺ മസ്റ്റ് ബി കമ്പൽസറിലി ഷുഡ് ബി എ ഗവൺമെന്റ് ഡോക്ടർ. സാധാരണ നമ്മുടെ ഹോസ്പിറ്റലിൽ ബോർഡ് നടക്കുമ്പോൾ എല്ലാ തരം ഡിസബിലിറ്റി ഉള്ള, അതായത് എല്ലാ പീഡിയാട്രിഷ്യൻസ്, ഫിസിഷ്യൻസ്, PMR, ഓർത്തോപീഡിഷ്യൻസ്, ചിലപ്പോൾ സർജൻസിനെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പം എല്ലാ സ്പെഷ്യലിസ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി സൂപ്രണ്ട് ഓഫ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ, or he can be a chief medical officer, or he can be a civil surgeon, or any other equivalent authority as notified by the state government. പക്ഷെ കമ്പൽസറി ആയിട്ടും അദ്ദേഹം ഒരു ഗവൺമെന്റ് ഡോക്ടർ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. he is a chairman or chairperson of the medical board. ഇപ്പൊ ലോക്കോമോട്ടർ ഡിസബിലിറ്റി സംബന്ധിച്ച് ചെയർപേഴ്സൺ കാണും. അതിന്റെ കൂട്ടത്തിൽ സ്പെഷ്യലിസ്റ്റ് ഇൻ PMR, ഫിസിക്കൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഓർ ഫിസിയാട്രിസ്റ്റ്, ഈസ് എ പ്രൈമറി മെമ്പർ. PMR സ്പെഷ്യലിസ്റ്റ് അവൈലബിൾ അല്ലെങ്കിൽ ഓർത്തോ സ്പെഷ്യലിസ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ അത് രണ്ടിലും ആരെങ്കിലും ലോക്കോമോട്ടർ ഡിസബിലിറ്റി സർട്ടിഫൈ ചെയ്യുമ്പോൾ സ്പെഷ്യലിസ്റ്റ് ഇൻ PMR ഓർ സ്പെഷ്യലിസ്റ്റ് ഇൻ ഓർത്തോപെഡിക്സ് ഇഫ് ദ സ്പെഷ്യലിസ്റ്റ് ഇൻ PMR ഇസ് നോട്ട് അവൈലബിൾ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ 3 പേരുടെ ഒപ്പാണ് അതിൽ കമ്പൽസറി ആയിട്ട് വേണ്ടതെന്ന് സൂപ്രണ്ട് ആരാണോ ഫസ്റ്റ് സർട്ടിഫൈ ചെയ്യുന്ന ആ ഡോക്ടർ, പിന്നെ പ്ലസ് ലോക്കോമോട്ടർ ഡിസബിലിറ്റി മാത്രം ഉള്ളെങ്കിൽ നമുക്ക് സൂപ്രണ്ട്, specialist in PMR or orthopedician, then another specialist who is included in that board and who is recruited by the medical superintendent. ഇപ്പോൾ നമുക്ക് ചെയർപേഴ്സണെ ഒരിക്കലും നമുക്ക് പ്രൈവറ്റ് ഡോക്ടേഴ്സിനെ വെക്കാൻ പറ്റത്തില്ല, കാരണം ചെയർപേഴ്സൺ മസ്റ്റ് ബി കമ്പൽസറിലി എ ഗവൺമെന്റ് ഡോക്ടർ. ഇപ്പൊ ഇൻ കേസ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ക്വാളിഫിക്കേഷനും അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൈവറ്റ് ഡോക്ടറെ നമുക്ക് റിക്രൂട്ട് ചെയ്യാം, ബോർഡ് മെമ്പർ ആയിട്ട് റിക്രൂട്ട് ചെയ്യുന്നതാണ് ഗൈഡ് ലൈനിൽ പറയുന്നത്. വിഷ്വൽ ഇമ്പയർമെന്റിനാണെങ്കിലും ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ലോ വിഷൻ ആൻഡ് ബ്ലൈൻഡ്നെസ്. അതിനകത്ത് സൂപ്രണ്ട്, ചെയർപേഴ്സൺ സൂപ്രണ്ട് അല്ലെങ്കിൽ ഹി മസ്റ്റ് ബി ദ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ചീഫ് മെഡിക്കൽ ഓഫീസർ, സിവിൽ സർജൻ ഓർ ദ മെഡിക്കൽ സൂപ്രണ്ട്, ആൻഡ് കമ്പൽസറിലി മസ്റ്റ് ബി എ ഗവൺമെന്റ് ഡോക്ടർ. അതായിരിക്കണം ചെയർപേഴ്സൺ. അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ആരൊക്കെയാണ്? ഒഫ്താൽമോളജിസ്റ്റ് വേണം. ഇപ്പൊ നമ്മൾ ഒഫ്താൽമോളജിസ്റ്റ് മാത്രം വെച്ച സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്, കാരണം ഒപ്റ്റോമെട്രിസ്റ്റ് 4 years ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഉള്ള ഒപ്റ്റോമെട്രിസ്റ്റ് ആയിരിക്കണം സെക്കൻഡ് ടോപ്പ് ചെയ്യേണ്ടത്. അപ്പൊ സെക്കൻഡ് ടോപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഒഫ്താൽമോളജിസ്റ്റും സൂപ്രണ്ട് മാത്രം വെച്ച് സർട്ടിഫൈ ചെയ്ത് കൊടുക്കാം. ഹിയറിംഗ് ഇമ്പയർമെന്റിന് സൂപ്രണ്ട് ആയിരിക്കണം ചെയർപേഴ്സൺ. പിന്നെ അതിനകത്ത് വരുന്ന പ്രൈമറി മെമ്പർ എന്ന് പറഞ്ഞാൽ ENT സ്പെഷ്യലിസ്റ്റ്, പിന്നെ ഓഡിയോളജിസ്റ്റ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ഓർ ഓഡിയോമെട്രിക് അസിസ്റ്റന്റ്, ആൻഡ് ഷീ ഷുഡ് ബി സർട്ടിഫൈഡ് RCA റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഓഡിയോളജിസ്റ്റ് ആയിരിക്കണം. അപ്പം ഇതിനകത്ത് ഓഡിയോളജിസ്റ്റ് മറ്റേ ഹിയറിംഗ് അസസ്മെന്റും ഓഡിയോഗ്രാം ബാക്കിയുള്ള അസസ്മെന്റ് എല്ലാം ചെയ്തിട്ട് അത് കൊണ്ടുവന്ന് അസസ്മെന്റ് കഴിഞ്ഞ ശേഷം ENT സ്പെഷ്യലിസ്റ്റ് അത് നോക്കി സർട്ടിഫൈ ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇത് കൂടാതെ തന്നെ നമുക്ക് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസബിലിറ്റി ഉണ്ട്. അപ്പൊ അതിനകത്ത് ഡിസാർത്രിയ, അപ്രാക്സിയ,
അല്ലെങ്കിൽ ലാംഗ്വേജ് ഡിസബിലിറ്റി ഡ്യൂ ടു അഫേസി ആണെങ്കിൽ നമ്മൾ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനെ കൂടി മെഡിക്കൽ ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫേഷ്യൽ അനോമലീസ് ഉണ്ടെങ്കിൽ OFMR സർജനോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജനോ പീഡിയാട്രിക് സർജനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. And coming to the intellectual disability, specific learning disability and autism spectrum disorder. ഇത് മൂന്നുമാണ് നമ്മൾ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിന്റെ അണ്ടറിൽ പറയുന്ന കണ്ടീഷൻസ്. അപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മൾ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ ഡെവലപ്മെന്റൽ അനോമലീസ് കാരണം വരുന്ന ഡിസോർഡേഴ്സ് ആണ്. അതിൽ വരുന്നത് മെയിൻ ആയിട്ട് പറയുന്നത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ആൻഡ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. അപ്പൊ അതിനകത്ത് നമ്മൾ പറയുന്ന ഒരു മിനിമം ഏജ് ഉണ്ട്. മിനിമം ഹലോ അഭിലാഷ് സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാഡം. സന്തോഷ് സാർ ഹലോ ഹലോ കേൾക്കാമോ? ഹലോ ഇപ്പൊ കേൾക്കാം മാഡം. കണ്ടിന്യൂ ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സ് മിനിമം ഏജ് പറയുന്നത് 1 ഇയർ ആണ്. 1 ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. 5 ഇയേഴ്സ് വരെ നമ്മൾ ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ എന്നുള്ള ഡയഗ്നോസിസ് കൊടുക്കുന്നത്. 5 ഇയേഴ്സ് കഴിയുമ്പോൾ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അതിൽ മെഡിക്കൽ അതോറിറ്റി പറഞ്ഞ പോലെ തന്നെ സൂപ്രണ്ട് ആണ് ചെയർപേഴ്സൺ, സൂപ്രണ്ട് ഓഫ് സിവിൽ സർജൻ ഓർ എനി അതർ ഗവൺമെന്റ് ഡോക്ടർ. Then board members include pediatrician or pediatric neurologist where available, or developmental pediatrician where available, or age more than 18 years ആണെങ്കിൽ നമുക്ക് ഫിസിഷ്യനെ വെച്ചും സർട്ടിഫൈ ചെയ്യാം. പിന്നെ സൈക്കാട്രിസ്റ്റ് ഓർ ചൈൽഡ് ആൻഡ് അഡോളസന്റ് സൈക്കാട്രിസ്റ്റ് പ്ലസ് ക്ലിനിക്കൽ ഓർ റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ്, they are the primary members. ടെമ്പററി സർട്ടിഫിക്കറ്റ് ലെസ് ദാൻ 5 ഇയേഴ്സിനൊക്കെ ടെമ്പററി സർട്ടിഫിക്കറ്റ്സ് ആണ് കൊടുക്കുന്നത്. ഇപ്പം എല്ലാ ആൾക്കാർക്കും 18 ഇയേഴ്സ് വരെ ടെമ്പററി കൊടുക്കാനാണ് പുതിയ ഗൈഡ് ലൈൻ അമെന്റ്മെന്റിൽ പറയുന്നത്. അപ്പം ബിലോ ദ ഏജ് 5 ഇയേഴ്സ് ആണെങ്കിൽ ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ എന്നുള്ള ഡയഗ്നോസിസ് ആണ് കൊടുക്കുന്നത്. 5 ഇയേഴ്സ് വരെ വാലിഡ് ആയിട്ടുള്ളൂ. മോർ ദാൻ 5 ഇയേഴ്സ് ആണെങ്കിൽ നമുക്ക് 80% കൂടുതൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ 5 ഇയേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ റീ അസസ്മെന്റ് വേണ്ടിയത് 18 ഇയേഴ്സിൽ മതി. 18 ഇയേഴ്സിൽ പെർമനന്റ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ വാലിഡ് ആയിരിക്കും. ലെസ് ദാൻ 80% ഡിസബിലിറ്റി ഉള്ളതെങ്കിൽ 5 ഇയേഴ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും 10 ഇയേഴ്സിലും റീ അസസ് ചെയ്യണം. പിന്നെ വീണ്ടും 18 ഇയേഴ്സിൽ റീ അസസ് ചെയ്യണം. 18 ഇയേഴ്സ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് പെർമനന്റ് ആണ്. സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് നമ്മളെ പിന്നെ എഴുതാനും വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ അങ്ങനെയുള്ള ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് കൊടുക്കാണ് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അതിനും ഈ പറഞ്ഞ പോലെ സൂപ്രണ്ട് ആയിരിക്കണം ചെയർപേഴ്സൺ. അത് കഴിഞ്ഞ് പീഡിയാട്രിഷ്യൻ, ഓർത്തോപീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് ഓർ ക്ലിനിക്കൽ ഓർ റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ്. സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി 8 ഇയേഴ്സ് കഴിഞ്ഞിട്ടേ നമ്മൾ അസസ് ചെയ്യാൻ പാടുള്ളൂ. 8 ഇയേഴ്സ് ആൻഡ് അബവ്. അവർക്ക് പിന്നെ നമ്മൾ ക്ലാസ് 10 അതായത് 10ലെയും 12ലെയും എക്സാമിന്റെ ഇടയ്ക്ക് വീണ്ടും അവരെ റീ അസസ് ചെയ്യണം. 18 ഇയേഴ്സിൽ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് പെർമനന്റ് ആയിട്ട് കൊടുക്കാം. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിനകത്ത് ഈ നേരത്തെ പറഞ്ഞ ആൾക്കാർ തന്നെയാണ് വീണ്ടും അതിൽ ബോർഡ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. അത് ചിൽഡ്രൻ ലെസ് ദാൻ 6 ഇയേഴ്സ് ആണെങ്കിൽ ടെമ്പററി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. വീണ്ടും 6 and 7 ഇയേഴ്സിനിടയിൽ വീണ്ടും റീ അസസ് ചെയ്ത് വീണ്ടും സർട്ടിഫിക്കറ്റ് കൊടുക്കണം. മോർ ദാൻ 6 ഇയേഴ്സ് ആൻഡ് ലെസ് ദാൻ 18 ഇയേഴ്സിലാണെങ്കിൽ ഇനിഷ്യൽ സർട്ടിഫിക്കേഷനിൽ 40% കൂടുതലുണ്ടെങ്കിൽ 40% കൂടുതലാണെങ്കിൽ റീ അസസ്മെന്റ് കൊടുക്കേണ്ട 18 ഇയേഴ്സിലാണ്. അല്ല 40% താഴെയാണെങ്കിൽ വീണ്ടും ഇടയ്ക്ക് റീ അസസ് ചെയ്യേണ്ട കണ്ടീഷൻ വരും. 18 ഇയേഴ്സിൽ കൊടുക്കുന്നതാണ് പെർമനന്റ് ആയിട്ടുള്ള. എല്ലാ കണ്ടീഷൻസിലും ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്ന് പറയുന്നത് 40% ആണ്. 40% ഡിസബിലിറ്റി ഉള്ള എല്ലാ ആൾക്കാർക്കും ഗവൺമെന്റിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. അതായത് ഫിനാൻഷ്യൽ കൺസെഷൻസ് കിട്ടും. അതുപോലെ പെൻഷൻസ്, അതുപോലെയുള്ള സ്കീമുകൾ. പിന്നെ ജോബിനൊക്കെ റിസർവേഷനും കൺസെഷനും ഒക്കെ ഉണ്ട്. 40% എപ്പോഴും ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആയിട്ട് പറയുന്നു. മെന്റൽ ഇൽനെസ്സിന് ബോർഡ് മെമ്പേഴ്സ് എന്ന് പറയുന്ന സൂപ്രണ്ട് ഉണ്ട്, പിന്നെ സൈക്കാട്രിസ്റ്റ്, പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വേണമെന്ന് മസ്റ്റ് അല്ല, സൂപ്രണ്ട് പ്ലസ് സൈക്കാട്രിസ്റ്റ് ആയാലും മതി. ഇതിനാണെങ്കിലും ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് അല്ലെങ്കിൽ നമ്മൾ 2 ഇയേഴ്സ് ഉള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടുള്ളൂ. ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി ഇംപ്രൂവ് ചെയ്യില്ല എന്നുള്ള ഒരു സ്റ്റേജ് വന്നാൽ മാത്രമേ നമ്മൾ പെർമനന്റ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് ആ ഡിഗ്രി ഓഫ് ഡിസബിലിറ്റി അനുസരിച്ച് മാത്രമേ പെർമനന്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നേരത്തെ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് കെയർ ഒന്നും കിട്ടാത്ത ആൾക്കാർക്കാണ് ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം 2 ഇയേഴ്സ് കഴിഞ്ഞ് റീഅസസ് ചെയ്തിട്ട് മാത്രമേ പെർമനന്റ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടുള്ളൂ. ക്രോണിക് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്, സ്ട്രോക്ക്,
അതുപോലെ കുറെ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. അപ്പം അതിനാണ് നമ്മൾ ക്രോണിക് ന്യൂറോളജിക്കൽ കണ്ടീഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതിൽ എല്ലാത്തിലും സൂപ്രണ്ട്, chairperson must be the superint, chief medical officer or civil surgeon. He must be a government doctor. Less than 18 years ആണെങ്കിൽ pediatrician or pediatric neurologist വേണം primary member ആയിട്ട്. More than 18 years ആണെങ്കിൽ physician or neurologist or physician or neurologist വേണം. പിന്നെ ലോക്കോമോട്ടർ ഡിസബിലിറ്റി അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഇൻ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കൂടി വേണം. പിന്നെ PMR സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഓർത്തോപെഡിഷൻ, അത് അതിനകത്ത് ന്യൂറോളജിക്കൽ കണ്ടീഷൻ, ഇപ്പം CV ഉള്ള കണ്ടീഷനിൽ ലോക്കോമോട്ടർ ഡിസബിലിറ്റി പ്രൈമറി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ സെക്കൻഡ് ഒപ്പിടാനായിട്ട് PMR ഡോക്ടർ അല്ലെങ്കിൽ ഓർത്തോപെഡിഷൻ കൂടി വേണം അതിനകത്ത്. പിന്നെ അതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് വേറെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള സ്പെഷ്യലിസ്റ്റിനെ കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ബ്ലഡ് സെൽ ഡിസോർഡേഴ്സിൽ വരുന്നത് തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയയാണ് വരുന്നത്. അതിൽ സൂപ്രണ്ട്, ചെയർപേഴ്സൺ വേണം. അത് കഴിഞ്ഞിട്ട് പ്രൈമറി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രീറ്റിംഗ് ഹെമറ്റോളജിസ്റ്റ്, അഡൽട്ട് ഓർ പീഡിയാട്രിക്. ഇപ്പം പീഡിയാട്രിക് ആണെങ്കിൽ പീഡിയാട്രിക് കേസസ് ആണ് ലെസ് ദാൻ 18 years ആണെങ്കിൽ പീഡിയാട്രിഷ്യൻ വേണം, അല്ലെങ്കിൽ ജനറൽ മെഡിസിൻ ഫിസിഷ്യൻ. പിന്നെ അതിനകത്ത് ലോക്കോമോട്ടർ ഡിസബിലിറ്റി, ഹീമോഫീലിയ, ആർത്രോപ്പതി ഒക്കെ ഉണ്ടെങ്കിൽ, മുട്ടൊക്കെ മടങ്ങിയിരിക്കുകയാണെങ്കിൽ PMR ഓർ ഓർത്തോപെഡിക് സർജൻ വേണം. പിന്നെ അതിന്റെ കൂടെ അസോസിയേറ്റഡ് വേറെ സ്പെഷ്യലിസ്റ്റിന്റെ, അതായത് വേറെ ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതർ സ്പെഷ്യലിസ്റ്റിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഇവർക്കൊക്കെ എൻഡ് ഓർഗൻ ഡാമേജ് ഉണ്ടെങ്കിൽ, നെഫ്രോളജിസ്റ്റ്, കാർഡിയോളജിസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അവരെയും കൂടി നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഈ സ്പെഷ്യലിസ്റ്റ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഡിലേ ഉണ്ടാക്കാൻ പാടില്ല. അൺഡ്യൂ ഡിലേ ഓർ ഇൻകൺവീനിയൻസ് ടു ദ പേഷ്യന്റ് ഇസ് ടു ബി അവോയ്ഡഡ്. മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ ഓഫ് 2 or more types of disabilities ആണ്. ഇറ്റ് ക്യാൻ ബി കോമ്പിനേഷൻ ഓഫ് എനി ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി. മൾട്ടിപ്പിൾ ഡിസബിലിറ്റിക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പ്രൈമറി മെമ്പർ, ചെയർപേഴ്സൺ ഈ പറഞ്ഞ പോലെ സൂപ്രണ്ടോ സിവിൽ സർജനോ ആ ഗവൺമെന്റ് ഡോക്ടർ തന്നെ ആയിരിക്കണം. ഓരോ ഏതൊക്കെ ഡിസബിലിറ്റി ഉണ്ടോ അതിനൊക്കെ നമുക്ക് സ്പെഷ്യലിസ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്യാന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ പുതുക്കിയ സൈറ്റിനകത്ത് സൂപ്രണ്ടിനെയും കൂടെ കൂട്ടി പിന്നെ എക്സ്ട്രാ 3 സ്പെഷ്യലിസ്റ്റ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രൈമറി ആയിട്ട് കൂടുതൽ ഡിസബിലിറ്റി പെർസെൻറ്റേജ് ഉള്ള സ്പെഷ്യലിസ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഇപ്പൊ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി വരുമ്പോൾ നമ്മൾ പുതിയ ഗൈഡ് ലൈൻ പ്രകാരം അപ്പോൾ ഒരു ലോക്കോമോട്ടർ ഡിസബിലിറ്റി 50 ഉണ്ട്, വിഷ്വൽ ഇമ്പയർമെന്റ് 40 ഉണ്ട്, പിന്നെ ഹിയറിംഗ് ഇമ്പയർമെന്റ് 30 ആണുള്ളതെങ്കിൽ നമ്മൾ ഇത് ഓരോന്നും ഒരു ഫോർമുല വെച്ച് ആഡ് ചെയ്താണ് ഡിസബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് പറയുന്നത് ടോട്ടൽ ഡിസബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 70, 50, 30 എന്നാണ് ഡിസബിലിറ്റി ഓരോ ടൈപ്പും വരുന്നതെങ്കിൽ ഹയർ വാല്യൂ ആയിട്ട് എടുക്കുന്ന എയും ലോവർ വാല്യൂ ആയിട്ട് എടുക്കുന്ന ബിയും ആണ്. അപ്പൊ നമ്മൾ ലോക്കോമോട്ടർ ഡിസബിലിറ്റി 17, ഹിയറിംഗ് ഇമ്പയർമെന്റ് 50 ആണെങ്കിൽ എക്ക് നമ്മൾ എയുടെ വാല്യൂ 70 എന്ന് കൊടുക്കും, ബിയുടെ വാല്യൂ 50 എന്ന് കൊടുക്കും. എന്നിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു വാല്യൂ കണ്ടുപിടിക്കും. ആ കിട്ടുന്ന വാല്യൂ അടുത്ത സി, അതായത് ഇപ്പം വിഷ്വൽ ഇമ്പയർമെന്റ് 40 ആണെങ്കിൽ അതും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് അപ്പൊ ഹയർ വാല്യൂ മറ്റത് കൂട്ടുമ്പോൾ ഒരു വാല്യൂ കിട്ടും, ചിലപ്പോൾ 68 വല്ലതും ആയിരിക്കും. ആ വാല്യൂവിനെ സിയും കൂടെ ചേർത്തിട്ട് അടുത്ത ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എത്രയാണ് ഡിസബിലിറ്റി എന്നുള്ളത് കണ്ടുപിടിക്കും. അപ്പൊ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഡിസബിലിറ്റി ടോട്ടൽ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എത്രയാണ് നമ്മൾ ഡിസബിലിറ്റി അസസ്മെന്റിന് പ്രൈമറി ആയിട്ട് നമ്മൾ ആ ഗസറ്റ് ഓഫ് ഇന്ത്യ പ്രകാരം അതിൽ കുറെ ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഒക്കെ അസസ് ചെയ്യുന്നതിന് ഒത്തിരി സ്റ്റെപ്സ് ഉണ്ട്. അതെല്ലാം കൂടി എനിക്ക് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി ഉണ്ട്. അപ്പം അത് പെട്ടെന്ന് നമ്മൾ ഗസറ്റ് ഫുൾ വായിച്ച് നമ്മളത് ചെയ്യുന്നവര് നോക്കിയിരുന്ന് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അതെല്ലാം കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്രോഡായിട്ട് ഇത്രയും ടൈപ്സ് ഓഫ് ഡിസബിലിറ്റി ആണുള്ളത്, ഏതൊക്കെ മെമ്പേഴ്സാണ് അതിനകത്ത് വേണ്ടെന്നുള്ളതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. അടുത്ത നമുക്ക് ഡിസബിലിറ്റി സൈറ്റിൽ ആ അസസ്മെന്റ് ചെയ്യുന്ന പറഞ്ഞ പുതുക്കിയ സൈറ്റ്, അതായത് swalambancard.gov.in എന്നുള്ള സൈറ്റിലോട്ട് നമുക്ക് പോകുന്നതായിരിക്കും. അടുത്ത നമുക്ക് ആ സൈറ്റിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഇപ്പൊ പുതിയ 2021 അതായത് അതിനുശേഷം ജൂലൈക്ക് ശേഷം കൊടുക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റ്സും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞേക്കുന്നത് swalambancard പോർട്ടൽ, അതായത് ഒരു www.swalambancard.gov.in എന്നുള്ള പോർട്ടൽ വഴിയാണ് എല്ലാ PWDസും, അതായത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, അവരുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതും നമ്മൾ ആ പോർട്ടൽ വഴി തന്നെയാണ് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്ത് അവർക്ക് തന്നെ ഓൺലൈനായിട്ട് അവരുടെ കമ്പ്യൂട്ടർ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഓൺലൈനായിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൗകര്യം വന്നിട്ടുണ്ട്. ആ പോർട്ടലിനെ പറ്റിയിട്ടൊന്ന് നമുക്ക് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറയാം. അതിൽ യുണീക് ഡിസബിലിറ്റി ID പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇനിഷ്യേറ്റഡ് ബൈ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അക്രോസ് എ കൺട്രി ഒരു നാഷണൽ ഡേറ്റാബേസ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ഓരോ ആളുടെ കയ്യിലും മൾട്ടിപ്പിൾ പലതരം ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്സ് കാണും. അതായത് ഓരോ ക്യാമ്പ് വരുമ്പോഴും പോയി അവർ ഓരോ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കും. ഓരോ സ്ഥലത്തും കൊണ്ട് അവർ ഓരോന്നായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് യുണീക്ക് ആയിട്ടൊരു ഐഡന്റിറ്റി കാർഡും ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും PWDസിന് കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പം അവർക്ക് എവിടെയായാലും ഒരു യൂണിഫോം ആയിട്ടൊരു ID കാർഡും ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നത്. Under the UDID project, the certificates of disability and unique disability identity cards are issued to persons through competent medical authorities notified by the respective state government or union territories. പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ ശാക്തീകരണ വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ രേഖയാണ്. ഇത് ഇന്ത്യയിലുടനീളം അംഗീകരിച്ച കാർഡാണ്. ഇതൊരു കാർഡിന്റെ ഒരു ഫോട്ടോയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇത് കുറച്ച് ഭാഗം ഇത് മറച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഇതൊരു സ്കാൻഡ് കോപ്പി. അവിടെ നമ്മൾ സ്കാനർ വെച്ച് കഴിഞ്ഞാൽ ഈ ഡാർക്കായിട്ട് കാണുന്ന ഭാഗത്തൊരു QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ആൾക്കാരുടെ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് വരും. പേര് വരും, ആധാർ നമ്പർ വരും, എല്ലാ ഡീറ്റെയിൽ, ആധാർ ലാസ്റ്റ് 4 ഡിജിറ്റ്സ് വരും, ഏത് ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി എന്ന് വരും. P എന്ന് കാണിക്കുന്ന പെർമനന്റ് എന്നുള്ളതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇത് ആധാർ നമ്പറിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ്സ് വരുന്നുണ്ട്. എന്ത് ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി എന്ന് അതിൽ കാണിക്കുന്നുണ്ട്, ഹിയറിംഗ് ഇമ്പയർമെന്റ്, എന്നാണ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ്, അത് ഇയർ ഓഫ് ബർത്ത് എന്നാണ്, എത്ര % ഡിസബിലിറ്റി ഉണ്ട്, എന്നാണ് ഇഷ്യൂ ചെയ്തത്, അതായത് കാർഡ് ജനറേറ്റ് ചെയ്യുന്ന ദിവസം പെർമനന്റ് ആണോ ടെമ്പററി ആണോ, ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് നെയിം വരുന്നുണ്ട്, UDID നമ്പർ. UDID നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പേഴ്സണ് യുണീക്ക് ആയിട്ട് വരുന്ന ഒരു നമ്പറാണ് യുണീക്ക് ഡിസബിലിറ്റി ID നമ്പർ. അത് നമുക്ക് ഓരോ സ്റ്റേറ്റിനും ഓരോ ഇത് വെച്ചാൽ തുടങ്ങുന്നത്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനെ ഒരു കാർഡും സർട്ടിഫിക്കറ്റും കൊടുക്കുമ്പോൾ അവർക്ക് യൂണിഫോം ആയിട്ട് എല്ലായിടത്തും ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഗവൺമെന്റിന്റെ എല്ലാ ബെനിഫിറ്റ്സും അവൈൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പം ബൈ പ്രൊഡ്യൂസിംഗ് എ യുണീക്ക് ID കാർഡ് ഇറ്റ് എൻകറേജ് ട്രാൻസ്പെറൻസി, എഫിഷ്യൻസി ആൻഡ് യൂണിഫോമിറ്റി ഇൻ ദ സിസ്റ്റം ഓഫ് ഡെലിവറിംഗ് ദ ഗവൺമെന്റ് ബെനിഫിറ്റ്സ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. എല്ലായിടത്തും വാലിഡ് ആയിട്ടുള്ളതാണ്. അതായത് ഓൾ ഇന്ത്യ ലെവലിൽ, ഇപ്പൊ കേരളത്തിലെ ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, തമിഴ്നാട്ടിലെ ഒരു അങ്ങനെയില്ല, എല്ലായിടത്തും ഒരുപോലെ എല്ലാ സ്റ്റേറ്റ്സിലും വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും കാർഡുമാണ് ഇതുവഴി ജനറേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് പറയാം. അപ്പൊ നമുക്ക് ഭിന്നശേഷിക്കാരെ തിരിച്ചറിയുന്നതിനും സ്ഥിരീകരിക്കുന്നതിനുള്ള ഒറ്റ രേഖയായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഉപയോഗിക്കാം. അവരുടെ സാമ്പത്തികവും ശാരീരികമായ പുരോഗതിക്ക് അത് യൂസ്ഫുൾ ആകുന്നു. പിന്നെ ഡ്യൂപ്ലിക്കേഷൻ തടയുന്നു. ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. നേരത്തെയൊക്കെ നമുക്ക് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ പേഷ്യന്റിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി രജിസ്റ്റർ ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്ന് പിന്നെ ബോർഡിന് പോയിട്ട് സർട്ടിഫിക്കറ്റ് എഴുതിയതിനു ശേഷം പിന്നെ വേറൊരു ദിവസം വീണ്ടും സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് വാങ്ങാനായിട്ട് PWD പോകേണ്ട ഒരു ഇത് വരുന്നുണ്ട്. ഇതിൽ ഒറ്റ തവണ മാത്രം പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറിന് തന്നെ ഓൺലൈനായിട്ട് അക്ഷയയിലോ അല്ലെങ്കിൽ വീട്ടിൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈലോ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബോർഡ് കൂടുന്ന ദിവസം മാത്രം പേഷ്യന്റിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി. പിന്നെ അത് കഴിഞ്ഞ് ബോർഡ് കൂടി അസസ്മെന്റ് എല്ലാം കഴിയുമ്പോൾ അവർക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം. എന്തൊക്കെയാണ്, ഒരു പുതിയ UDID കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എക്സിസ്റ്റിംഗ് ID കാർഡ് ടെമ്പററിയോ പെർമനന്റോ ആണോ നോക്കിയിട്ട്, ടെമ്പററി ആണെങ്കിൽ എക്സിസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് റിന്യൂവൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതായത് അതിന്റെ വാലിഡിറ്റി കഴിയുമ്പോൾ റിന്യൂവൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ കാർഡോ സർട്ടിഫിക്കറ്റ് കളഞ്ഞു പോയി കഴിഞ്ഞാൽ, അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഈ പോർട്ടലിനകത്ത് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ സ്കീംസും ബെനിഫിറ്റ്സും പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളതും, പിന്നെ അതുപോലെ തന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിന്റെ സക്സസ് സ്റ്റോറീസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സൈറ്റിൽ അവർ അതിനകത്ത് കാണിക്കുന്നുണ്ട് സൈറ്റിൽ. അപ്പോൾ ഓൺലൈനായിട്ട് പേഷ്യന്റ് വീട്ടിലിരുന്നോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ പോയോ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഹോൾ ടിക്കറ്റ് കിട്ടുന്ന പോലെ, ഒരു ഹോൾ ടിക്കറ്റ് നമ്പർ കിട്ടുന്ന പോലെ തന്നെ അവർ അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോൾ അവർക്കൊരു എൻറോൾമെന്റ് നമ്പർ വെച്ചിട്ട്, അതായത് ഒരു അഡ്മിഷൻ നമ്പർ പോലെ ഒരു നമ്പർ വെച്ചിട്ട്, അതാണ് എൻറോൾമെന്റ് നമ്പർ വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ആ ആപ്ലിക്കേഷൻ നമ്മൾ നിയർ ബൈ ഹോസ്പിറ്റൽ, അപ്പൊ ഏത് ഹോസ്പിറ്റലിലാണ് അവർക്ക് പോകാൻ പറ്റുന്നത്, അപ്പം ഓരോ ജില്ലയിലും മെഡിക്കൽ ബോർഡ് നടക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. താലൂക്ക് ഹോസ്പിറ്റൽസ് ആകാം, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ആകാം, മെഡിക്കൽ കോളേജസ് ആകാം. ഏത് ഹോസ്പിറ്റലിൽ അവർക്ക് പോകണം എന്നുള്ള സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കൂടി അതിനകത്തുണ്ട്. അത് ഞാൻ ആ സൈറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ അതനുസരിച്ച് അവർക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഒരു എൻറോൾമെന്റ് നമ്പർ വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ ഷീറ്റ് പ്രിന്റ് ഔട്ട് എടുത്ത് കിട്ടും.
ആ ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന് ഏത് ഹോസ്പിറ്റലാണ് അവർ ഓപ്റ്റ് ചെയ്തേക്കുന്നത് അവിടെ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് സെക്ഷനിൽ കൊണ്ടുവന്ന് കൊടുക്കുകയും അവിടെ ചെന്നിട്ട് ബോർഡ് എന്താണെന്ന് അന്വേഷിക്കുകയും ആ ബോർഡ് ദിവസം ചെല്ലാനായിട്ട് അവർ പറയും. അതനുസരിച്ച് നമ്മൾ PWDനെ ആ ദിവസം കൊണ്ടുപോയി കഴിയുമ്പോൾ ഡോക്ടേഴ്സ് എല്ലാം കൂടി ഇരുന്ന് അസസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ തിരിച്ചുവിടും. അസസ്മെന്റ് ഷീറ്റിനകത്തോട്ട് ഡയഗ്നോസ് ഹലോ ഡോക്ടർ സജീന, നെറ്റ് ID നമ്പർ. നെറ്റ് കട്ടായെന്ന് ഓഡിയോ കുറച്ച് പോയി. ഹലോ, നേരത്തെ ഒരു 2-3 മിനിറ്റ്സ് ഉള്ളതുണ്ട്, കേൾക്കുന്നില്ലായിരുന്നോ? കേക്കില്ലായിരുന്നു ഓഡിയോ. ഓ ശരി. ഇപ്പൊ കേൾക്കാവോ സാറേ? ഹലോ, ഇപ്പൊ കേൾക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ യൂണീക്ക് ഐഡന്റിറ്റി കാർഡ് കിട്ടാനായിട്ട് ഈ പോർട്ടലിൽ നമ്മൾ പേഷ്യന്റ് PWD അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ആപ്ലിക്കേഷൻ സ്ലിപ്പ് കിട്ടും. അതിനകത്ത് നമ്മുടെ ഹോൾ ടിക്കറ്റ്, എക്സാമിന് ഹോൾ ടിക്കറ്റ് കിട്ടുന്ന പോലെ ഒരു നമ്പർ വെച്ചിട്ട് ഒരു സ്ലിപ്പ് കിട്ടും. ആ നമ്പറാണ് എൻറോൾമെന്റ് നമ്പർ. അത് ഞാൻ സൈറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ആ എൻറോൾമെന്റ് നമ്പർ കിട്ടുന്ന അനുസരിച്ച് അവർ ആ ആപ്ലിക്കേഷൻ ഷീറ്റ് ഏത് ഹോസ്പിറ്റലാണ് അവർ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുക. മെഡിക്കൽ റെക്കോർഡ്സ് ലൈബ്രറി എന്നുള്ള സെക്ഷനിൽ കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർ എന്നാണ് ബോർഡ് എന്നുള്ള അറിയിക്കും. അതനുസരിച്ച് അവർക്ക് ആ ബോർഡ് ദിവസം ചെന്ന് അസസ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പേഷ്യന്റിനെ വീട്ടിൽ കൊണ്ടുപോകാം. എന്നിട്ട് വീട്ടിനകത്തിരുന്ന് തന്നെ അല്ലെങ്കിൽ നിയർ ബൈ അക്ഷയ കേന്ദ്രയിൽ പോയി തന്നെ സർട്ടിഫിക്കറ്റ് പ്രിന്റ് എടുക്കാൻ പറ്റും. ഒരു മൊബൈലിൽ മെസ്സേജ് ചെല്ലുന്ന അനുസരിച്ച് അവർക്ക് സർട്ടിഫിക്കറ്റും കാർഡും ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതിനകത്തുള്ള പ്രോസസ്സ് എന്തൊക്കെയാന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആദ്യമേ നമ്മൾ പറഞ്ഞ പോലെ പേഷ്യൻസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോൾ അവരുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്താണെന്നുള്ളവർക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് സർട്ടിഫിക്കറ്റും കാർഡും ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ആ സ്റ്റെപ്സ് എന്താണെന്നുള്ളത് ഞാൻ ആ സൈറ്റ് എടുത്ത് കാണിച്ചു തരാം. ഇപ്പൊ ഡിസ്ട്രിക്ട് സോഷ്യൽ വെൽഫെയർ ഓഫീസറിന് ഈ പോർട്ടൽ വെച്ചിട്ട് അവർ ഈ PWDസിന് അവരുടെ ബെനിഫിറ്റ്സ് കിട്ടാനായിട്ട് ഉള്ള ഓപ്ഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അതിനകത്തുണ്ട്. എല്ലാ സ്റ്റേറ്റ്സിനും യൂണിയൻ ടെറിട്ടറീസും അവർക്ക് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. UDID കാർഡ് കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ആപ്ലിക്കന്റിന്റെ മൊബൈലിൽ SMS കോൺഫിഗറേഷനും ചെല്ലുന്നതാണ്. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന പോർട്ടൽ ഇതായിരുന്നു. അപ്പൊ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇത്രയും ഡീറ്റെയിൽസ് ആണ്. ഇപ്പം ഏപ്രിൽ മെയ്യിൽ സൈറ്റ് ഒന്ന് റീവാമ്പ് ചെയ്ത് പുതിയ ഇതാക്കിയിട്ടുണ്ട്. അപ്പൊ സൈറ്റ് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അപ്പൊ എന്തൊക്കെ രേഖകളാണ് UDID സർട്ടിഫിക്കറ്റിനും കാർഡിനും വേണ്ടി അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ളതെന്നുള്ളത്. ഒരു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റിയുടെ ഫോട്ടോ വേണം. റീസെന്റ് ഫോട്ടോ ആയിരിക്കണം. ഫോട്ടോയുടെ ഒരു സ്കാൻ കോപ്പി വേണം. പിന്നെ അഡ്രസ് പ്രൂഫ്. ഇറ്റ് ക്യാൻ ബി either ആധാർ കാർഡ് ഓർ പാൻ കാർഡ് ഓർ റേഷൻ കാർഡ് ഓർ പാസ്പോർട്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ആധാർ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. ആധാർ എടുക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ഇപ്പം തന്മുദ്ര എന്നുള്ള ഒരു സൈറ്റിൽ കേസസ് നമ്മൾ സാമൂഹ്യ സുരക്ഷാ വകുപ്പ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഒരു തന്മുദ്ര എന്നുള്ളൊരു ഇത് തുടങ്ങിയിട്ടുണ്ട്. അതുവഴി ആധാർ എടുക്കാൻ പറ്റാത്ത കുട്ടികളെ അവർ വീട്ടിൽ തന്നെ പോയി ആധാർ എടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആധാർ അതിൽ മാൻഡേറ്ററി ആണ്. പിന്നെ ഒപ്പിന്റെ പേഷ്യന്റിന്റെ സിഗ്നേച്ചറോ അല്ലെങ്കിൽ തമ്പ് ഇംപ്രഷനോ ഒപ്പ് മാൻഡേറ്ററി അല്ല. ഒപ്പ് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം, അപ്ലോഡ് ചെയ്യാം. പിന്നെ തിരിച്ചറിയൽ കാർഡ് ആധാർ ആകാം, വോട്ടേഴ്സ് ID ആകാം, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ് ഓർ റേഷൻ കാർഡ്. പക്ഷെ ആധാർ എപ്പോഴും മസ്റ്റ് ആണ്. പിന്നെ നമുക്ക് ഓൾറെഡി തന്നെ സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർ, ഇപ്പൊ നമുക്ക് ഇതിനകത്ത് പുതിയ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഓൾറെഡി സർട്ടിഫിക്കറ്റ് ഉള്ള ആൾ, അതായത് പണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളവര്, പെർമനന്റ് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ട് ഡിജിറ്റൈസ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസും കൂടി അതിനകത്തുണ്ട്. അതായത് ഡിജിറ്റൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇപ്പൊ ലോക്കോമോട്ടർ ഡിസബിലിറ്റി അല്ലെങ്കിൽ സെർബ്രൽ പാൾസി ഉള്ള ഒരാള് പഴയ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പെർമനന്റ് ആണെങ്കിൽ അത് പുതുക്കി ഓൺലൈനായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അപ്പം ഈ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും കൂടി കൊണ്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ജില്ലയിലും പിന്നെ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസേഴ്സ് DMO ലെവലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരത് സൈറ്റ് നോക്കി അവർ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്തിട്ട് അവർക്ക് ഡിജിറ്റൈസ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടി ഇതിനകത്തുണ്ട്. അപ്പൊ അവർക്ക് പഴയ സർട്ടിഫിക്കറ്റ് ഡിജിറ്റൈസ് ചെയ്ത് കിട്ടുകയും ചെയ്യും. പക്ഷെ പഴയ സർട്ടിഫിക്കറ്റ് ഡിജിറ്റൈസ് ചെയ്ത് കിട്ടുമ്പോൾ ഡോക്ടേഴ്സിന്റെ ഒപ്പ് കിട്ടത്തില്ല. അതിൽ DMOയുടെ സീലായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് അതനുസരിച്ച് കാർഡ് കിട്ടും. കാർഡ് ഒരു ഡിജിറ്റൈസ്ഡ് കാർഡ്, പ്ലാസ്റ്റിക് കാർഡ് കിട്ടും. ഈ കാർഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് അവർക്ക് അയച്ചു കൊടുക്കുന്നത്. ഇത്രയാണ് എനിക്ക് ആ സൈറ്റിനെ പറ്റി, ഡിസബിലിറ്റി ഐഡന്റിറ്റി കാർഡിനെ പറ്റി പറയാനുള്ളത്. ഞാൻ ആ സൈറ്റ് ഒന്ന് ഷെയർ ചെയ്യാം.
സാർ കാണുന്നുണ്ടോ? ഹലോ, കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ഓക്കെ. അപ്പം നേരത്തെ ഞാൻ കാണിച്ചത് പഴയ സൈറ്റ് ആയിരുന്നു. അപ്പൊ ഇതാണ് നമ്മൾ നെറ്റിൽ പോയിട്ട് www.swalambancard.gov.in എന്ന് പറഞ്ഞ അത് പ്രസ് ചെയ്യുമ്പോൾ വരുന്ന അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന സൈറ്റ് ആണിത്. ഇതാണ് ഇപ്പോൾ റീവാമ്പ് ചെയ്ത സൈറ്റ്. യുണീക് ഡിസബിലിറ്റി ID, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ ഇതാണ് ഈ സൈറ്റ്. ഇതിനകത്ത് ഉള്ളത് ഒന്ന് PWD ലോഗിൻ, അതായത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിന് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് അതായത് അവർക്ക് അവരുടെ ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അവർക്ക് അതിനകത്ത് എൻറോൾമെന്റ് നമ്പറോ UDID നമ്പറോ കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്ചർ കോഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ സൈറ്റിലോട്ട് പോകാൻ പറ്റും. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് യൂസർ ലോഗിൻ എന്നുള്ള നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാ ഹോസ്പിറ്റൽസിനും, മേജർ ഹോസ്പിറ്റൽസിനും ഓരോ ഐഡന്റിറ്റി, ഒരു യൂണിക് ഐഡന്റിറ്റി കാണും. അവരുടെ മെയിൽ ID അവരുടെ ഹോസ്പിറ്റലിന്റെ മെയിൽ ID ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു യൂസർ IDയും പാസ്വേഡും കാണും. അതുവഴി ലോഗിൻ ചെയ്യാനാണ് ഈ ലോഗിൻ കൊടുത്തേക്കുന്നത്. പിന്നെ അതിനകത്ത് അപ്ലൈ ഓപ്ഷൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ഫോർ UDID എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്ലൈ ഫോർ UDID എന്ന് പറയുമ്പോൾ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിന് അവർക്ക് അക്ഷയയിലോ അല്ലെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിലോ പോയിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പം എനിക്കൊരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ എനിക്ക് അക്ഷയയിൽ പോയിട്ട് ഈ സൈറ്റ് തുറന്നിട്ട് അപ്ലൈ ഫോർ UDID എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് രജിസ്റ്റർ ഡീറ്റെയിൽസ് വരും. അപ്പൊ നമ്മൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇപ്പൊ ലാംഗ്വേജ് അവർ ചോദിക്കും. അപ്പം റീജിയണൽ ലാംഗ്വേജ് ഹിന്ദി ഉണ്ട്, പല ലാംഗ്വേജസ് ഉണ്ട്. അപ്പൊ നമുക്ക് മലയാളം ആയതുകൊണ്ട് മലയാളം ക്ലിക്ക് ചെയ്യാം. മലയാളം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ എന്റെ പേര് എൻ്റർ ചെയ്യുകയാണെങ്കിൽ എൻ്റർ ചെയ്തു. മലയാളം നോക്കുമ്പോഴത്തേക്ക് മലയാളം ഓട്ടോമാറ്റിക്കലി വരും. ഇവിടെ എഡിറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മലയാളത്തിൽ വരും. പിന്നെ ഫാദേഴ്സ് നെയിം കൊടുക്കണം, മദേഴ്സ് നെയിം കൊടുക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. ഇതൊക്കെ മാൻഡേറ്ററി ആണ്. സ്റ്റാർ മാർക്ക് ചെയ്തേക്കുന്നല്ല മാൻഡേറ്ററി ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. കാറ്റഗറി ജനറൽ, OBC, SC, ST. ജെൻഡർ കൊടുക്കാം. ബ്ലഡ് ഗ്രൂപ്പ് ഒന്നും മാൻഡേറ്ററി അല്ല. ഈ സ്റ്റാർ മാർക്ക് ചെയ്തേക്കുന്നല്ല മാൻഡേറ്ററി ആണ്. പിന്നെ ഒരു ഗാർഡിയൻ അല്ലെങ്കിൽ കെയർടേക്കറിന്റെ പേര് ഇവിടെ കൊടുക്കണം. അത് മസ്റ്റ് ആണ്. ഇപ്പം ഓർഫൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഏതെങ്കിലും ഓർഫനേജിൽ അവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ കെയർടേക്കറിന്റെ പേര് കൊടുക്കാൻ പറ്റും. പിന്നെ അവരുടെ റിലേഷൻ വിത്ത് PWD ആരാണെന്നുള്ളത് കൊടുക്കുക. കോൺടാക്ട് നമ്പർ ഓഫ് ദ ഗാർഡിയൻ കൊടുക്കണം. ഫോട്ടോയ്ക്കൊക്കെ സ്പെസിഫിക്കേഷൻ ഉണ്ട്. റീസെന്റ് ഫോട്ടോ ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ഒരു പർട്ടിക്കുലർ സൈസ് 5 KB to 100 KB ഉള്ള ഫോട്ടോ മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. സിഗ്നേച്ചർ മാൻഡേറ്ററി അല്ല. സിഗ്നേച്ചർ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. മാൻഡേറ്ററി ആയിട്ടുള്ളത് സ്റ്റാർ മാർക്ക് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞിട്ട് ഓപ്ഷണൽ ഡീറ്റെയിൽസ്. ഇത് ഓപ്ഷണൽ ആണ്. പേഴ്സണൽ ഇൻകം വേണമെങ്കിൽ കൊടുക്കാം. ക്വാളിഫിക്കേഷൻ എംപ്ലോയിഡ് ആണോ അൺഎംപ്ലോയിഡ് ആണോ എന്ന് കൊടുക്കാം. പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി കാർഡ്, ഏത് ഇൻകം, പാൻ കാർഡ് ആകാം, വോട്ടേഴ്സ് ID, റേഷൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെ പലതും അത് കൊടുക്കാം. പിന്നെ ആധാർ നമ്പർ മാൻഡേറ്ററി ആണ്. അഡ്രസ് പ്രൂഫ് കൊടുക്കണം. അഡ്രസ് പ്രൂഫ് ഏതാന്നുള്ളത് ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഒരു 10 KB to അത് പർട്ടിക്കുലർ KBs ഉള്ളതേ ഇത് എടുക്കുള്ളൂ. ഏതാണ് അഡ്രസ് പ്രൂഫ് ആയിട്ട്. അപ്പൊ ആധാറും ചിലപ്പോൾ അഡ്രസ് പ്രൂഫും വേറെ ആകാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതാണ് കറക്റ്റ് അഡ്രസ്സ് വെക്കുന്നത് അത് തന്നെ വെക്കണം. അപ്പൊ സപ്പോസ് നമുക്കിപ്പോ കേരളത്തിലുള്ളതെല്ലാം കൂടെ അതിന് നോക്കുമ്പോൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിന് ഒരു നമ്പർ കാണും. ഓരോ ഡിസ്ട്രിക്ട്സിനും ഓരോ നമ്പേഴ്സാണ് വരുന്നത്. അതായത് എൻറോൾമെന്റ് നമ്പർ വ്യത്യാസം വരും. നമ്മളിവിടെ ഏതാണ് അഡ്രസ്സ് കൊടുക്കുന്നത്, ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് കൊടുക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലോട്ട് ആപ്ലിക്കേഷൻ പോകുന്നതായിരിക്കും. അപ്പം നമ്മളിവിടെ എൻ്റർ ചെയ്യുന്ന അഡ്രസ്സിന് പ്രൂഫ് ആയിരിക്കണം, കറക്റ്റ് പ്രൂഫ് ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്, എന്നാലേ അത് എടുക്കുകയുള്ളൂ. ആ കറക്റ്റ് അഡ്രസ് പ്രൂഫ് കൊടുക്കുക. ഡിസ്ട്രിക്ട് കൊടുക്കുക, ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏത് ഡിസ്ട്രിക്റ്റിലാണോ അത് പോകുന്നത് ആ ഡിസ്ട്രിക്റ്റിന്റെ അണ്ടറിൽ മാത്രമേ ആപ്ലിക്കേഷൻ വരുള്ളൂ. അപ്പം ഓരോരുത്തർക്കും കിട്ടുന്ന എൻറോൾമെന്റ് നമ്പറിന്റെ തുടക്കം വരുന്നൊരു നമ്പർ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ആ നമ്പർ ഓരോ ഡിസ്ട്രിക്റ്റിനും വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന നമ്പർ. നേരത്തെ 3214 അങ്ങനെ ട്രിവാൻഡ്രം ആയിരുന്നു. ഇപ്പൊ 32565 എന്നാണ് ട്രിവാൻഡ്രം കാണിക്കുന്നത്. അതിന് പർട്ടിക്കുലർ കോഡുണ്ട്. നമ്മൾ ഏത് ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യുന്നോ ആ ഡിസ്ട്രിക്റ്റിൽ ഈ ആപ്ലിക്കേഷൻ പോകും. ആ ഡിസ്ട്രിക്റ്റിന്റെ അണ്ടറിലുള്ള DMOയുടെ അണ്ടറിൽ പോർട്ടലിൽ മാത്രമേ ആപ്ലിക്കേഷൻ വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പൊ പുതിയ നിയമം അനുസരിച്ചിട്ട് പേഷ്യന്റ് എവിടെയാണോ താമസിക്കുന്നത് ആ ഡിസ്ട്രിക്റ്റ്, അല്ലെങ്കിൽ ഏതാണോ ട്രീറ്റിംഗ് ഹോസ്പിറ്റലിൽ ചിലപ്പം കൊല്ലം മെഡിക്കൽ കോളേജ് ആണെങ്കിൽ അവർക്ക് കൊല്ലം മെഡിക്കൽ കോളേജിന്റെ അഡ്രസ്സിൽ പോയി അവിടെ പോയി സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറ്റും. അപ്പം എവിടെയാണോ അത് വെക്കുന്നത് അതനുസരിച്ച് ആ സൈറ്റിൽ മാത്രമേ ഈ സർട്ടിഫിക്കറ്റ് പോയി അല്ലെങ്കിൽ ഈ പേഷ്യന്റ് ഡീറ്റെയിൽസ് വരുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ ലോഗിൻ ചെയ്താൽ മാത്രമേ പേഷ്യന്റ് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ട്രിവാൻഡ്രത്തുള്ള ആള് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ തന്നെ പോയി മേടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു ട്രീറ്റിംഗ് ഹോസ്പിറ്റൽ എവിടെയാണോ അവിടെ പോയിട്ട് മേടിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അഡ്രസ് പ്രൂഫ് കറക്റ്റ് ആയിട്ട് അത് വെക്കേണ്ടി വരും.
പിൻകോഡ് വെക്കണം. പിന്നെ ഡിസബിലിറ്റി ഡീറ്റെയിൽസ്. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇവിടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളിടത്ത് യെസ് വെച്ച് കൊടുക്കണം. യെസ് വെച്ച് കൊടുക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയും. അപ്പോൾ അവർക്ക് നമുക്ക് ഡിജിറ്റൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ടൈപ്പ് ഓഫ് ഡിസബിലിറ്റീസ് ഇതെല്ലാം വരും. 21 ടൈപ്സ് ഇതിനകത്ത് വരെ. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്ത് ഡിസബിലിറ്റി ആണ്, എന്തുകൊണ്ടാണ് ഡിസബിലിറ്റി വന്നത്, ബൈ ബർത്ത് ആണോ ഇല്ലയോ, ഇത്രയും കണ്ടീഷൻസ് അതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഹോസ്പിറ്റൽ ഫോർ, അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽസ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ സപ്പോസ് നമ്മൾ ഇവിടെ ട്രിവാൻഡ്രം വെക്കുകയാണെങ്കിൽ ഇപ്പൊ ട്രിവാൻഡ്രം വെക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽ നെയിം എത്രയും വരും ട്രിവാൻഡ്രത്ത്. ഇപ്പൊ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റില് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ നെടുമങ്ങാട് DMO പോർട്ടൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പൊ പേഷ്യന്റ് ഓൾറെഡി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഡിജിറ്റൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. DMH പേരൂർക്കട, ജനറൽ ഹോസ്പിറ്റൽ നെയ്യാറ്റിങ്കര, ജനറൽ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം, മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം, മെന്റൽ ഹെൽത്ത് സെന്റർ പേരൂർക്കട, SCT ഹോസ്പിറ്റല് പാറശാല, ചിറയൻകീഴ്, വർക്കല, ആറ്റിങ്ങൽ. ട്രിവാൻഡ്രത്ത് ഇത്രയും സ്ഥലത്താണ് നമ്മളിപ്പം ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ബോർഡ് കൂടിയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അപ്പൊ ട്രിവാൻഡ്രത്തുള്ള എല്ലാ ഹോസ്പിറ്റൽസും അതിനകത്ത് വരും. അതിനകത്തൊരു ക്യാപ്ച എൻ്റർ ചെയ്ത് ഇത് കൊടുത്തു കഴിയുമ്പോൾ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ പേഷ്യന്റ് ഒരു ആപ്ലിക്കേഷൻ എന്താണ് എൻറോൾമെന്റ് ഫോം വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. എൻറോൾമെന്റ് ആപ്ലിക്കേഷൻ ഫോമും ബാക്കി കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ നെടുമങ്ങാട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന്റെ ഇതിപ്പോ ട്രിവാൻഡ്രം. അപ്പൊ നമുക്ക് ഈ സൈറ്റിനകത്ത് ഓപ്ഷൻസ് ഏതൊക്കെയാ ഉള്ളതെന്നാണ് ഇത് കാണിച്ചേക്കുന്നത്. DMOയുടെ പോർട്ടലാണ് നമ്മുടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസ്. അപ്പം ട്രിവാൻഡ്രത്തുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇതിന്റെ അണ്ടറിൽ വരും. ഇതിനകത്ത് നമുക്ക് എന്താണ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ടോട്ടൽ എത്ര ആപ്ലിക്കേഷൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഓൾറെഡി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഡിജിറ്റൈസ് ചെയ്ത് കൊടുക്കാനും പറ്റും. സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് പുതുതായിട്ട് എടുക്കാനും പറ്റും. അത് രണ്ട് ഓപ്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഡിപ്പാർട്ട്മെന്റ് യൂസർ ലോഗിൻ എന്ന് പറഞ്ഞ ലോഗിനിൽ ചെല്ലുമ്പോൾ നമുക്ക് ഓരോ ഹോസ്പിറ്റൽസിനും അല്ലെങ്കിൽ ജില്ലയ്ക്ക് തന്നെ ഒരു ഇത് കോഡുണ്ട്. അതിന് യൂസർ ID മെയിൽ ആയിരിക്കും, അവിടുത്തെ മെയിൽ ആയിരിക്കും. പാസ്കോഡ് ഉണ്ട്. എന്നിട്ട് നമുക്കൊരു ക്യാപ്ച കോഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിയുമ്പം ആരുടെ നമ്പറാണോ അതിൽ കൊടുത്തേക്കുന്നത് അവരുടെ നമ്പറിലോട്ട് OTP വരും. അപ്പം അതുകൊണ്ട് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു സൈറ്റ് ആണിത്. അങ്ങനെ വേറെ മാൽ പ്രാക്ടീസസ് നടത്താൻ പറ്റത്തില്ല. ആരാണോ അതിന് റെസ്പോൺസിബിൾ. അപ്പം നമുക്ക് ഓരോ ഹോസ്പിറ്റലിലും ചിലപ്പോൾ മെഡിക്കൽ റെക്കോർഡ്സ് ലൈബ്രറിയിൽ അല്ലെങ്കിൽ സൂപ്രണ്ടിന്റെ നമ്പർ ആയിരിക്കും കൊടുത്തേക്കുന്നത്. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ ഞാൻ നോഡൽ ഓഫീസർ ആയതുകൊണ്ട് എന്റെ നമ്പറും DMOയുടെ മെയിലുമാണ് വെച്ചേക്കുന്നത്. അതിലൊരു OTP വരും. OTP വരുമ്പോൾ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്തിട്ട് ആ പോർട്ടലിൽ പോയിട്ട് അപ്പം PWD അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം ഇതിനകത്ത് വരും. അപ്പൊ നമുക്ക് ടോട്ടൽ ഇതുവരെ ഡിജിറ്റൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്ലൈ ചെയ്തേക്കുന്ന PWDസിന്റെ എണ്ണമാണ് ഈ കാണിച്ചിരിക്കുന്നത് 29,766. ഫ്രഷ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ, അതായത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആൾക്കാർ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തേക്കുന്നതാണ് 16,466 കാണിക്കുന്നത്. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ മൊത്തം എത്ര സ്പെഷ്യലിസ്റ്റ് ഉണ്ടെന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. 231 സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. എത്ര അത് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതാണ് ഈ സൈറ്റ് കാണിച്ചേക്കുന്നത്. നമുക്ക് എല്ലാവരെയും ഇതിനകത്ത് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ കാണിച്ചേക്കുന്നത് PWD ആപ്ലിക്കേഷൻസിന്റെ അണ്ടറിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓരോ ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഡിജിറ്റൈസ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ട്രിവാൻഡ്രത്ത് നമുക്ക് ഡിജിറ്റൈസ് ചെയ്യാനായിട്ട് പെൻഡിങ് ആയിട്ട് 493 ആപ്ലിക്കേഷൻസ് ആണ് കിടക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പം ഇതിൽ ഫസ്റ്റ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു പേഷ്യന്റിന്റെ എൻറോൾമെന്റ് നമ്പർ എന്ന് പറയുന്നത്. അതായത്
32565. അപ്പൊ ഇത് ട്രിവാൻഡ്രത്തിന്റെ കോഡാണ് 32565. പിന്നെ ഒരു 5 സീറോസ് വരും. 2408 എന്ന് പറയുന്നത് നമ്മൾ ആ ഏത് മന്തിലാണോ പേഷ്യന്റ് പോയി അപ്ലൈ ചെയ്ത ആ മന്താണ്, അതായത് 2024 8-ാം മാസത്തിൽ പോയി അപ്ലൈ ചെയ്താണ്. ഇതൊരു യൂണിക് കോഡ്. അൽഷറാസ് എന്ന പേഷ്യന്റ്, അപ്പൊ അവരുടെ ആപ്ലിക്കേഷൻ നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വ്യൂ ചെയ്യാം. അപ്പൊ മലയാളത്തിലാണെങ്കിൽ നമ്മൾ പേര് മലയാളത്തിലാക്കി കൊടുക്കണം. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. ഓൾറെഡി തന്നെ ഇയാൾക്ക് സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. അഡ്രസ് പ്രൂഫ് നമുക്കിവിടെ വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അഡ്രസ് വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി ആണ് കൊടുത്തിട്ടുണ്ട്? ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണ് ടിക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഏത് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് പേഷ്യന്റ് അപ്ലോഡ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. 45% 3 ഇയർ വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ 2000 ഇത് ഏത് ഇയറിലാണ് കൊടുത്തതെന്ന് നമ്മൾ നോക്കണം. ഇത് 2012 കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ഇതിപ്പോ വാലിഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലിഡ് അല്ല, കാരണം 3 ഇയേഴ്സത്തേക്ക് കൊടുത്തേക്കുന്ന സർട്ടിഫിക്കറ്റ്. അപ്പൊ ഇത് നമുക്ക് ഇതിനകത്ത് തന്നെ ഇത് എടുക്കണോ വേണ്ടേ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും ഇതിനകത്ത്. അപ്പൊ ഇത് നമ്മൾ നോട്ട് വെരിഫൈഡിലോട്ട് ഇട്ട് കൊടുക്കും. ഇതിനകത്ത് ഓപ്ഷൻ വരുന്നുണ്ട്, വെരിഫൈഡ് ആണോ നോട്ട് വെരിഫൈഡ് ആണോ. അപ്പൊ നമ്മളിവിടെ സ്റ്റാറ്റസിനകത്ത് നോട്ട് വെരിഫൈഡ് കൊടുത്തിട്ട് റീസൺ എന്താണെന്നുള്ള എഴുതും. നമ്മൾ റീസൺ എഴുതുമ്പോൾ ഇതിനകത്ത് റീസൺ അതർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, താഴോട്ട് കാണുന്നില്ല. അതർ ഓപ്ഷനകത്ത് നമ്മൾ നോട്ട് വെരിഫൈ റീസൺ എഴുതിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോഴത്തേക്ക് അത് നോട്ട് വെരിഫൈഡ് ആവും. പേഷ്യന്റ് മെസ്സേജ് ചെല്ലും. പേഷ്യന്റ് വീണ്ടും പോയി റീഅസസ്മെന്റ് പോകാനായിട്ട് മെസ്സേജ് ചെല്ലും. ഇതാണ് നമ്മൾ നോർമലി ഡിജിറ്റൈസ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. വേറൊരു ആപ്ലിക്കേഷൻ എടുക്കാം നമുക്ക്. ഇതിൽ മെന്റൽ ഇൽനെസ് എന്നാണ് കൊടുത്തേക്കുന്നത്. 50% മോഡറേറ്റ് മെന്റൽ റിട്ടാർഡേഷൻ. ഇതാണ് പഴയ സർട്ടിഫിക്കറ്റ്സിന്റെ പ്രശ്നങ്ങൾ. ഇതാണ് ഇപ്പൊ ഇതിനകത്ത് സീലില്ല, നമ്മുടെ ഹോസ്പിറ്റലിന്റെ സീലില്ല, ഫോട്ടോ ഇല്ല. 14 വയസ്സിൽ കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ്. പെർമനന്റ് ആയിട്ട് ഇട്ടേക്കുന്നത്. ഡോക്ടേഴ്സിന്റെ എല്ലാം സിഗ്നേച്ചർ ഉണ്ട്, പക്ഷെ ഓഫീസിൽ വെക്കാതെയാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കുന്നത്. ഇതാണ് റിട്ടേൺ ആയിട്ട് പണ്ട് കൊടുത്തേക്കുന്ന സർട്ടിഫിക്കറ്റ്സിന്റെ ഒക്കെ പോരായ്മകൾ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റം വെച്ചേക്കുന്നത്. വേറൊരു ആപ്ലിക്കേഷൻ എടുക്കാം. നമ്മൾ ഇത് ആദ്യം ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഡിസ്ട്രിക്ട് ലെവലിൽ നോഡൽ ഓഫീസേഴ്സ് ഇത് വെരിഫൈ ചെയ്യും. അതായത് ഡേറ്റ എല്ലാം കറക്റ്റ് ആണോ നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തതിന് ശേഷം അത് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്ത് കൊടുക്കും. ഇത് ലോക്കോമോട്ടർ ഡിസബിലിറ്റി കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ലോക്കോമോട്ടർ ഡിസബിലിറ്റി എന്ന് മാത്രമേ ഉള്ളൂ, സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പൊ ഡയഗ്നോസിസ് എൻ്റർ ചെയ്യാൻ പറ്റൂല നമുക്ക്. അതും നോട്ട് വെരിഫൈഡ് ഇടാനേ പറ്റുള്ളൂ. മലയാളത്തിലല്ല കിടക്കുന്നതെങ്കിൽ മലയാളത്തിലാക്കി കൊടുക്കണം. നമ്മൾ റീജിയണൽ ലാംഗ്വേജ് ചൂസ് ചെയ്ത് മലയാളം ആക്കുമ്പോൾ തന്നെ അഭിലാഷ് ST എന്ന് വരുന്നുണ്ട്. എസ് എന്ന് അടിച്ചിട്ട് സ്പേസ് ബാർ ഇട്ട് കൊടുക്കുമ്പോൾ ST എന്നായി എസ് വന്നോളൂ അതിനകത്ത്.
ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഫോട്ടോ വെരിഫൈ ചെയ്യണം. അഡ്രസ് എല്ലാം ഉണ്ട്. ലെഫ്റ്റ് ബ്രാക്കിൽ പ്ലെക്സസ് ഇഞ്ചുറി വിത്ത് ഫ്ലെയിൽ ലെഫ്റ്റ് അപ്പർ ലിംബ് 50% ആണ്. ഇത് 25/8/2024 വരെ. അപ്പൊ അതും നാളെ വരെ ഉള്ളു. അപ്പൊ അതൊന്നും ഇപ്പൊ ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കിയിട്ടാണ് വെരിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ബൈലാറ്ററൽ ഹിയറിംഗ് ലോസ് ആണ് 90%. ഡിസബിലിറ്റി ടൈപ്പിൽ നമ്മൾ ഹിയറിംഗ് ഇമ്പയർമെന്റ് ആക്കി കൊടുക്കുക 90%. നമ്മൾ ഡേറ്റ നോക്കിയിട്ട് അതിനെ വെരിഫൈ ചെയ്ത് കൊടുക്കും. സ്റ്റാറ്റസിനകത്ത് വെരിഫൈ കൊടുക്കുക. വെരിഫൈ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയും ഓപ്ഷൻസ് വരും. നെയിം ഓഫ് ആപ്ലിക്കേഷൻ, അതിന്റെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഒക്കെ ക്യാപിറ്റൽ ഫസ്റ്റ് നെയിം ഉണ്ടോ, ലാസ്റ്റ് നെയിം സർനെയിം ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണോ എന്ന് ചോദിക്കും. എസ് ക്ലിക്ക് ചെയ്യുക. നെയിം റീജിയണൽ ലാംഗ്വേജിലുണ്ടോ, എസ്. എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ടോ നോക്കുക, ഉണ്ട്. ഡിസബിലിറ്റി സെലക്ടഡ് റിലവൻ്റ് ആണോ, ഉണ്ട്. മാൻഡേറ്ററി ഫീൽഡ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഉണ്ടോ എന്ന് നോക്കുക. പ്രോപ്പർലി ഫിൽഡ് ആണോ നോക്കുക. അഡ്രസ് ഉണ്ടോ നോക്കുക. റീസെന്റ് ഫോട്ടോ ഉണ്ടോ നോക്കുക. ഇതെല്ലാം കൊടുത്തിട്ട് വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ഇവിടെ വരും. സാറ് സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല മാഡം, സ്ക്രീൻ കാണുന്നില്ല. ഒരു മിനിറ്റ്. ഹലോ, ഇപ്പൊ വന്നു. ഹലോ, കേൾക്കാം. ഓക്കെ. ഇപ്പൊ കാണുന്നുണ്ടോ സാറേ? കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആപ്ലിക്കന്റിനെ വെരിഫൈ ചെയ്തു.
കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്കതിനെ വീണ്ടും ആ സ്റ്റെപ്പിൽ തന്നെ വീണ്ടും പോകണം. പേഷ്യന്റ് മെസ്സേജ് ചെല്ലും, വെരിഫൈ ചെയ്തുകൊണ്ട് മെസ്സേജ് ചെല്ലും. അതിന് അടുത്ത സ്റ്റെപ്പാണ് അപ്ഡേറ്റ് മെഡിക്കൽ ബോർഡ് റെക്കമെൻഡേഷൻ എന്നുള്ള സ്റ്റെപ്പ്. ആ സ്റ്റെപ്പിൽ പോയിട്ട് നമ്മൾ നേരത്തെ നോക്കിയല്ലോ എന്തായിരുന്നു, ബൈലാറ്ററൽ സെൻസറി ലോസ്, ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് 90% എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓട്ടോമാറ്റിക്കലി 90 വരും ബോത്ത് ഇയേഴ്സ്. ബൈലാറ്ററൽ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് നോട്ട് ലൈക്ലി ടു ഇംപ്രൂവ്. പെർമനന്റ് ആണ്, ടെമ്പററി കൊടുക്കുക. ആ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഇവിടെ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി സർട്ടിഫിക്കറ്റ് ഉള്ള ആളിനെ ഡിജിറ്റൈസ് ചെയ്യുമ്പം ഇതിനകത്ത് നമുക്ക് മെഡിക്കൽ ബോർഡ് മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടാണ്. കാരണം പഴയ നേരത്തെ സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ആയതാണ് ഡോക്ടേഴ്സിന്റെ സിഗ്നേച്ചർ ഒന്നും ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫൈനലി നമ്മൾ എന്നിട്ട് ആഡ് റെക്കമെൻഡേഷൻ കൊടുത്ത് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിയുമ്പോൾ പേഷ്യന്റിന് സർട്ടിഫിക്കറ്റ് ജനറേറ്റഡ് ആയിട്ട് വരും. ഇങ്ങനെയാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഡിജിറ്റൈസ് ചെയ്യുന്നത്. സർട്ടിഫിക്കറ്റ് പ്രിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു സർട്ടിഫിക്കറ്റ് വരുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സീല് വരും ഇതിനകത്ത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് ഡിസബിലിറ്റീസിന്റെ സീല് വരും. പേഷ്യന്റിന്റെ ഫോട്ടോ വരും. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇതിനകത്ത് നമ്മൾ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ DMO ട്രിവാൻഡ്രത്തിന്റെ പോർട്ടലിൽ ഡിജിറ്റൈസ് ചെയ്യുന്നതുകൊണ്ടാണ് DMOയുടെ പേര് ഇത് വരുന്നത് അതിനകത്ത്. എന്നാണ് ഡിജിറ്റൈസ് ചെയ്യുന്ന ആ ഡേറ്റ് ഇവിടെ വരും, 24/8/2024. ഇതാണ് ഒരു യൂണിക് ഡിസബിലിറ്റി ID നമ്പർ. അപ്പൊ ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്പർ വരും അതിനകത്ത്. ജനറേറ്റ് ചെയ്യുന്നു. സർട്ടിഫിക്കറ്റും കാർഡും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. അപ്പോൾ ഇതാണ് സർട്ടിഫിക്കറ്റ്. അപ്പം യുണീക്ക് ID നമ്പർ KL എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്ന നമ്പറാണ്. KL എന്ന് പറഞ്ഞാൽ KL 56 ട്രിവാൻഡ്രത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇത് ഓരോന്നും ഓരോ നമ്പേഴ്സും ഓരോ ഇതിനെയാണ് പോയിന്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് പേഷ്യന്റിന്റെ യുണീക്ക് ID നമ്പർ KL 56 904 19 76. ഇതാണ് യുണീക്ക് ഡിസബിലിറ്റി ID നമ്പർ. പേഷ്യന്റെ പേര് വരും അതിനകത്ത്, അമ്പിളി എന്നുള്ള പേര്, ഡോക്ടർ ഓഫ് ശ്രീ അപ്പുക്കുട്ടൻ പിള്ള. ഡേറ്റ് ഓഫ് ബർത്ത് വരും. പിന്നെ നമ്മൾ ഓൾറെഡി തന്നെ അപ്ലൈ ചെയ്ത പേഷ്യന്റ് ഒരു എൻറോൾമെന്റ് നമ്പർ കിട്ടിയിട്ടുണ്ട്, ആ നമ്പർ ഇവിടെ വരും. അഡ്രസ് പ്രൂഫ് വരും. എന്ത് ടൈപ്പ് ഓഫ് ഇമ്പയർമെന്റ് ആണെന്നുള്ളത്, ഹിയറിംഗ് ഇമ്പയർമെന്റ് ആണെന്നുള്ളത്, ഡയഗ്നോസിസ് വളരെ ക്ലിയർ കട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. എത്ര പെർസെൻറ്റേജ് ആണ്, ഏത് റൂള് പ്രകാരമാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്തത്, ഗൈഡ് ലൈൻസ് ഫോർ ദ പർപ്പസ് ഓഫ് അസസിങ്, അതായത് ഗസറ്റ് ഓഫ് ഇന്ത്യയുടെ ആ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് പേഷ്യന്റ് അറ്റാച്ച് ചെയ്തേക്കുന്നത് ഇവിടെ വരും. ആധാർ ആണ്, സിഗ്നേച്ചർ ഓഫ് ദ പേഷ്യന്റ്, ഇവിടെ DMOയുടെ സീല്, പിന്നെ ഇവിടെ ഒരു QR കോഡ് വരുന്നുണ്ട്. ഈ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റ് ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് വരുന്നതാണ്. ഇതാണ് ഡിജിറ്റൈസ് ചെയ്തൊരു സർട്ടിഫിക്കറ്റ്. ഇനി കാർഡ് നോക്കുമ്പം കാർഡ് വരുന്നത് ഇങ്ങനെ ഒരു കാർഡാണ് വന്നേക്കുന്നത്. പെർമനന്റ് ആണ്, ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഇയർ ഓഫ് ബർത്ത്, എത്ര പെർസെന്റ് ഡിസബിലിറ്റി, എന്ത് ടൈപ്പ് ആണ് എന്നുള്ളതാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഇത്രയാണ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും കാർഡുമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു സർട്ടിഫിക്കറ്റ് പുതുതായിട്ട് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഓൾറെഡി സർട്ടിഫിക്കറ്റ് ഉള്ള ആളിന് ഡിജിറ്റൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഓപ്ഷൻ. ഓൾറെഡി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളിന് നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പുതുതായിട്ട് അപ്ലൈ ചെയ്ത ആളാണെങ്കിൽ ഇതിനകത്ത് കയറിയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യണം. ആദ്യം ഈ ആപ്ലിക്കേഷൻ നേരത്തെ ചെയ്ത പോലെ തന്നെ വെരിഫൈ ചെയ്യണം. ഓരോ ആപ്ലിക്കേഷൻ എടുത്ത് വെരിഫൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ അസൈൻ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള സ്റ്റെപ്പ് ഉണ്ട്. അസൈൻ സ്പെഷ്യലിസ്റ്റിനകത്ത് ഇപ്പം നമ്മൾ ഈ ഒരു ആപ്ലിക്കന്റിനെ എടുക്കുകയാണെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി എന്നുള്ള അതിനകത്ത് വരും. അതനുസരിച്ചിട്ട് അതിലിപ്പോൾ വിഷ്വൽ ഡിസബിലിറ്റി ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്, സ്പെഷ്യലിസ്റ്റിന്റെ പേര് ഇതിനകത്ത് കൊടുക്കണം. അപ്പം നമ്മൾ ആ സ്പെഷ്യലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് അതിൻ്റെ അടിയിൽ വരും. അത് കഴിഞ്ഞ് അപ്ഡേറ്റ് അസസ്മെന്റ് എന്നുള്ള സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിൽ പോകുമ്പോൾ നമ്മൾ അസസ്മെന്റ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഏത് ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി ആണ്, പിന്നെ എന്താണ് അസസ്മെന്റ് സ്റ്റാറ്റസ്, നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ് ചെയ്തിടണം. അഫക്റ്റഡ് പാർട്ട് സെലക്ട് ചെയ്യാൻ പറ്റും, എന്താണെന്നുള്ള ഡയഗ്നോസിസ് എഴുതണം. അവസാനം അത് കൊടുക്കുമ്പോൾ അസസ്മെന്റ് കംപ്ലീറ്റഡ് ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അസൈൻ മെഡിക്കൽ ബോർഡ്, ഏത് ബോർഡിലാണ് പേഷ്യന്റ് വന്നതെന്നുള്ള നോക്കിയിട്ട്, ഇപ്പൊ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുമ്പോൾ
തിരുവനന്തപുരം സെലക്ട് ചെയ്യുമ്പോൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ നമ്മൾ ഓരോ ബോർഡ് ഏതൊക്കെ ബോർഡാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഓരോ ദിവസം ഇപ്പം താലൂക്ക് ഹോസ്പിറ്റൽ ചിറങ്ങി 24th ജനുവരി ഇപ്പം ഏത് ബോർഡാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ ബോർഡിൽ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സിന്റെ പേരെല്ലാം അതിനകത്ത് വരുന്നതാണ്. അപ്പൊ നമ്മൾ അത് ഓരോന്ന് സൂപ്രണ്ട് ചെയർപേഴ്സൺ ആരാന്നുള്ളത് SO NO കൊടുക്കുന്നുണ്ട്. അതെല്ലാം ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യുമ്പോൾ ആ ഓപ്ഷൻസ് പോകും. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പാണ് അപ്ഡേറ്റ് മെഡിക്കൽ ബോർഡ് റെക്കമെൻഡേഷൻ എന്നുള്ള സ്റ്റെപ്പ്. സ്റ്റെപ്പിൽ പോയിട്ട് നമ്മൾ ഡയഗ്നോസിസ് പെർസെൻറ്റേജ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ അതുപോലൊരു സർട്ടിഫിക്കറ്റ് ജനറേറ്റഡ് ആയിട്ട് വരും. അപ്പൊ ഇതൊരു സർട്ടിഫിക്കറ്റ് ആണ്. ഇത് ഡിജിറ്റൈസ് ചെയ്ത സർട്ടിഫിക്കറ്റ്. ഇതാണ് ഒരു ആപ്ലിക്കേഷന്റെ കോപ്പി. പേഷ്യന്റ് ഓൾറെഡി തന്നെ പോയി അപ്ലൈ ചെയ്യുമ്പം അവർക്കൊരു ഹോൾ ടിക്കറ്റ് നമ്പർ പോലെ ഒരു എൻറോൾമെന്റ് നമ്പറും ഡീറ്റെയിൽസുമായിട്ട് എൻറോൾമെന്റ് ഷീറ്റ് കിട്ടും. ഇതാണ് അവരുടെ ആപ്ലിക്കേഷൻ. കൊണ്ടുവന്ന് അവർ ഹോസ്പിറ്റലിൽ കൊടുത്തു കഴിയുമ്പോഴാണ് അവർ എന്നാണ് ബോർഡ് എന്നുള്ളത്. അപ്പൊ അതിനകത്ത് അവർക്ക് തന്നെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ നെടുമങ്ങാടെന്ന് വെച്ചേക്കുന്നവര്. അപ്പം കൊടുക്കുമ്പോഴത്തേക്ക് അവർ എന്നാണ് ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ആപ്ലിക്കേഷൻ കൊണ്ടുവരുമ്പോൾ അവർ അസസ് ചെയ്തിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഇത് ഒരു സർട്ടിഫിക്കറ്റ് നമ്മളിപ്പം ഇപ്പൊ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്സിൽ ഇതുപോലെ ഡോക്ടേഴ്സിന്റെ സിഗ്നേച്ചർ എല്ലാം വന്നിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് വരുന്നത്. നമ്മുടെ സിഗ്നേച്ചർ എല്ലാം ഓൾറെഡി തന്നെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതനുസരിച്ച് സർട്ടിഫിക്കറ്റിൽ സിഗ്നേച്ചറും ബാക്കി കാര്യങ്ങളും വരും. ഇപ്പൊ നേരത്തെ ഉള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ ഡിജിറ്റൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ സീല് വരത്തില്ല. ഇപ്പൊ പക്ഷേ എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ള ഡോക്ടേഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസ് അതിനകത്ത് എൻ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഹോസ്പിറ്റലിന്റെ സീലും വരും, ഡോക്ടേഴ്സിന്റെ സീലും ഇതിനകത്ത് വരുന്നു. കാർഡ് നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് പുതിയതിലും വരുന്നത്. ഇതിനകത്ത് ഡയഗ്നോസിസ് വരെ എന്നാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്തെന്നുള്ള ഡേറ്റ് വരും, ഗസറ്റ് ഓഫ് ഇന്ത്യ നോട്ടിഫിക്കേഷൻ വരും, പേഷ്യന്റ് സിഗ്നേച്ചർ വരുന്നുണ്ട്, ഡോക്ടേഴ്സ് കൊടുത്ത ആൾക്കാരുടെ സിഗ്നേച്ചർ, ഫൈനലി ഒരു QR കോഡും സീലും വരും. ഇത്രയാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന പ്രോസസ്സ്. ഹലോ, ഡോക്ടർ സജീന മ്യൂട്ട് ആയി. സാറേ അപ്പം ഇത്രയാണ് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ ഇത്രയും സ്റ്റെപ്സ് ആണ് എടുക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ആപ്ലിക്കേഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ നമ്മുടെ ജില്ലയിൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ജില്ലയിലും ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ അല്ലെങ്കിൽ DMO തലത്തിലുള്ള ഓഫീസർ പേഷ്യന്റ് ആഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സിൽ എന്തെങ്കിലും കംപ്ലൈൻസോ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്പെഷ്യലിസ്റ്റിനെ അസൈൻ ചെയ്യാൻ പറ്റും, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇപ്പൊ സപ്പോസ് ഈ പേഷ്യന്റിന് അവർക്ക് അവരുടെ കാർഡ് ഓൾറെഡി തന്നെ പിന്നെ പെർമനന്റ് കാർഡാണ്, പക്ഷെ അവർക്ക് സർട്ടിഫിക്കറ്റ് സറണ്ടർ ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പൊ അവർ സറണ്ടർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡിസബിലിറ്റി പെർസെൻറ്റേജ് എന്തെങ്കിലും ചേഞ്ചോ അല്ലെങ്കിൽ അവരുടെ കാർഡിൽ അഡ്രസ്സ് ചിലപ്പോൾ ആധാർ ചിലപ്പോൾ മാറ്റി കാണും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അവർ സറണ്ടർ ചെയ്യും. അപ്പൊ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ സറണ്ടർ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ള അതിനകത്ത് വരും. അപ്പൊ സറണ്ടർ നമ്മൾ ഇപ്പം സപ്പോസ് ഇതിനകത്ത് ഒരു ആപ്ലിക്കന്റ് കാർഡ് ഹാസ് എക്സ്പയർഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മളത് നോക്കിയിട്ട് വ്യൂ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അവർ കൊടുത്തേക്കുന്നത് നോക്കും. അപ്പം കാർഡ് എക്സ്പയർ ചെയ്തതുകൊണ്ടാണ് സറണ്ടർ ചെയ്യാൻ തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ആ സ്റ്റാറ്റസ് നോക്കിയിട്ട് ആ കാർഡ് നോക്കണം, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഒക്കെ തന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കിയിട്ട് നോക്കണം. അപ്പൊ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് 1/8 തീർന്ന സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ നമ്മൾ അത് അപ്രൂവ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ് അതിൽ കൊടുത്തേക്കുന്നത്. കാർഡ് ആസ് എക്സ്പയർഡ്. അപ്പൊ നമ്മളത് അപ്രൂവ് ചെയ്ത് കൊടുക്കണം. അപ്പം ഡിസ്ട്രിക്ട് ലെവലിൽ ഇരിക്കുന്ന ഓഫീസർ അത് അപ്രൂവ് ചെയ്ത് കൊടുക്കും. അപ്രൂവ് ചെയ്യുമ്പോൾ പേഷ്യന്റ് മെസ്സേജ് തരും, യുവർ കാർഡ് ഹാസ് ബീൻ സറണ്ടേർഡ്.
അപ്പം ഓൾറെഡി തന്നെ പെർമനന്റ് സർട്ടിഫിക്കറ്റ് അവർക്ക് വീണ്ടും ചെയ്യണമെങ്കിൽ അവർ സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് പുതിയ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവർ പുതിയ ഡീറ്റെയിൽസ് എല്ലാം പോയിട്ട് വീണ്ടും അപ്ലൈ ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ ബോർഡിന് വരണം. അതല്ല അവർക്ക് കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, PWDന് കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അവര് അക്ഷയയിൽ പോയിട്ട് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർക്കത് കിട്ടും. പിന്നെ ക്യാൻസൽഡ് ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതിനകത്തുണ്ട്. ഇനാക്റ്റീവ് ആപ്ലിക്കേഷൻസ്, ചില ആപ്ലിക്കേഷൻസ് ഇനാക്റ്റീവ് ആക്കി കൊടുക്കാം. അപ്പൊ അതെല്ലാം നമുക്ക് ആക്റ്റീവ് ആക്കി കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പൊ നമ്മള് ഇപ്പം സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതാത് ഓഫീസേഴ്സ് അത് റെസ്പോൺസിബിൾ ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് എല്ലാ ഡേറ്റാസും വെച്ച് വെരിഫൈ ചെയ്ത് വളരെ കെയർഫുൾ ആയിട്ട് സ്ക്രൂട്ടനി ചെയ്ത് മാത്രമേ നമുക്ക് ഓരോ സ്റ്റെപ്പും മുമ്പോട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഒരു പുതുതായിട്ട് പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ബോർഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഇപ്പം എല്ലാ ഹോസ്പിറ്റൽസിലും ബോർഡിലെ ഡോക്ടേഴ്സിന്റെ എല്ലാം മെയിൽ ID വെച്ചിട്ടാണ് ഇത്രയും പ്രൊസീജിയേഴ്സ് ചെയ്തേക്കുന്നത്. അപ്പം സപ്പോസ് ഇപ്പൊ എനിക്കൊരു പേഷ്യന്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കണേ എന്റെ മെയിൽ ID-ക്കകത്തോട്ട് എനിക്ക് അസൈൻ, അതായത് നമ്മുടെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് ലൈബ്രറിയിൽ നമ്മൾ നോക്കിയ പേഷ്യന്റിനെ നമ്മുടെ ഇതിലോട്ട് അസൈൻ ചെയ്ത് തരും. അപ്പൊ എന്റെ മെയിലിലോട്ടൊരു മെസ്സേജ് വരും. ആ മെസ്സേജ് വരുന്ന അനുസരിച്ച് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് ഡയഗ്നോസിസ് എൻട്രി ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് എന്റെ മെയിലിൽ വരും. അത് ചെയ്ത് കഴിയുമ്പോൾ ഹോസ്പിറ്റലിലെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അല്ലെങ്കിൽ അവിടുത്തെ മെഡിക്കൽ റെക്കോർഡ്സ് ലൈബ്രറിയിൽ ബോർഡ് അസൈൻ ചെയ്ത് കഴിയും. അപ്പൊ ഈ 2 സ്റ്റെപ്പ് നമുക്ക് ഡോക്ടേഴ്സിന് എൻട്രി ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റും. പക്ഷെ ഇപ്പൊ നമ്മുടെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് ലൈബ്രറിയൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഡോക്ടേഴ്സ് തന്നെ എൻട്രി ചെയ്യണം എന്നുള്ള ഒരു ഓർഡർ ഉണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന് നമ്മളാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തന്നെ എൻട്രി ചെയ്യുന്നതാണ് കഴിവതും നല്ലത്. ലെജിബിൾ ആയിട്ട് അല്ലെങ്കിൽ ലെജിബിൾ ആയിട്ട് എഴുതി അവർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഫൈനലി നമ്മുടെ മെയിലിൽ തന്നെ നമ്മൾ കൊടുത്ത സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നമ്മുടെ മെയിലിൽ വരും. അറ്റ്ലീസ്റ്റ് ഡോക്ടേഴ്സ് അത് വെരിഫൈ ചെയ്ത് അത് കറക്റ്റ് ആയിട്ടാണോ എഴുതിയിരിക്കുന്നതെങ്കിൽ നോക്കണം. നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ തന്നെ നമുക്ക് തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് വൺസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ PWDന് ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ അത് സറണ്ടർ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടി അവർ പോയി വീണ്ടും സറണ്ടർ ചെയ്യാനുള്ള ഒരു അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഡോക്ടേഴ്സിന്റെ പാട്ട് കൃത്യമായിട്ട് അത് എൻട്രി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളല്ല ചെയ്യുന്നതെങ്കിൽ ഡേറ്റ എൻട്രിക്കാരെ അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് ലൈബ്രറിമാർ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്ത് തന്നെ പോകണം. അല്ലെങ്കിൽ പിന്നെ അത് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ഒന്ന് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. പിന്നെ അതുപോലെ തന്നെ PWDsന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് ഉള്ളത്. അപ്പം ഇത് ആദ്യമായിട്ട് കേൾക്കുമ്പം എനിക്കൊന്ന് ഫെമിലിയർ അല്ലാത്ത ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ ഇത്രയും സ്റ്റെപ്സും എഫേർട്സും ഇതിനകത്തുണ്ട്. അപ്പം അതപ്പം നമ്മുടെ ഇപ്പം കേരളത്തിലുള്ള ഇതിനകത്ത് റിപ്പോർട്ട്സ് എടുക്കാൻ പറ്റും. നമ്മുടെ സ്റ്റേറ്റിൽ എത്രമാത്രം കാർഡ് ജനറേറ്റ് ചെയ്തു എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്ത് റിപ്പോർട്ട് എടുക്കാൻ പറ്റും. എത്ര കാർഡ് ജനറേറ്റ് ചെയ്തു, എത്ര പേർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഏതൊക്കെ ഡോക്ടേഴ്സ് ആണ് ഉള്ളത്, അതെല്ലാം ഈ ഡീറ്റെയിൽസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റേറ്റ് വൈസ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് കാർഡ് എന്തൊക്കെ ജനറേറ്റ് ചെയ്യുന്നുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതുവരെ നമ്മൾ ടോട്ടൽ ട്രിവാൻഡ്രത്ത് ഫ്രഷ് ആപ്ലിക്കൻസ് ഇത്രയും ഉണ്ടായിരുന്നു. അതിൽ ഇത്രയും പേർക്ക് കാർഡ് ജനറേറ്റ്, ഇപ്പൊ ഇത്രയും പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. അത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. ഡിജിറ്റൈസ് ചെയ്യാനായിട്ട് ഇത്രയും ആപ്ലിക്കേഷൻസ് തന്നു. അതിൽ 23,000 സംതിങ് ജനറേറ്റ് ചെയ്ത് കൊടുത്തു. പെൻഡിങ് കിടക്കുന്നത് പലതും നോട്ട് വെരിഫൈഡ് ആയിട്ട് ഇട്ടേക്കുന്ന കേസസ് ആണ്. അതായത് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ഉള്ളത് നോട്ട് വെരിഫൈഡ് ആയിട്ട് ഇട്ടേക്കുന്നതാണ് ഈ കേസസ്. അത് നമ്മൾ അദാലത്ത് വെച്ച് ഓരോ പഞ്ചായത്ത് ലെവലിൽ അദാലത്ത് വെച്ച് തീർക്കാനുള്ള സ്റ്റെപ്സ് ഇപ്പം ഗവൺമെന്റ് എടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് ആണ് ഈ സൈറ്റിനകത്തുള്ളത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് അതുപോലെ തന്നെ PWDക്ക് അവരുടെ ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. UDID നമ്പറോ എൻറോൾമെന്റ് നമ്പറോ മൊബൈൽ നമ്പറോ ആധാർ നമ്പറോ വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. നമ്മൾ നേരത്തെ ഏതെങ്കിലും ജനറേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ ഇത് വരുന്നുണ്ട്. കംപ്ലീറ്റ് UDID സർട്ടിഫിക്കറ്റ് ആൻഡ് കാർഡ് ജനറേറ്റഡ്, യു ക്യാൻ ഡൗൺലോഡ് ഓൺലൈൻ യൂസിങ് എൻറോൾമെന്റ് നമ്പർ ഓൺ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവരുടെ മൊബൈലിലെ മെസ്സേജിൽ അവർക്ക് പോയിട്ട് അത് എടുക്കാവുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് കൊടുക്കുമ്പോഴത്തേക്കും അവിടെ എൻറോൾമെന്റ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാവുന്നത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഇതിനകത്തുണ്ട്. UDID കാർഡ് എന്താണ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എത്ര സൈസിലുള്ളതായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്, എത്ര ഡിജിറ്റ്സ് ഉണ്ട് UDID കാർഡിന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 18 ഡിജിറ്റ്സ് ഉള്ള നമ്പറാണ് UDID നമ്പർ. അതിൽ ഫസ്റ്റ് 2 ക്യാരക്ടർ സ്റ്റേറ്റിനെ റെസ്പെക്ട്. അപ്പൊ നമ്മുടേത് ഇപ്പം വന്നേക്കുന്നത് 56 എന്ന് പറഞ്ഞാൽ വന്നേക്കുന്നത്. പിന്നെ നെക്സ്റ്റ് 2 ഡിജിറ്റ്സ് ഡിസ്ട്രിക്ട് കോഡാണ്. നെക്സ്റ്റ് ഡിജിറ്റ് CMO കോഡ്, നെക്സ്റ്റ് 2 ഡിജിറ്റ്സ് ഫോർ ഡിസബിലിറ്റി ടൈപ്പ്, നെക്സ്റ്റ് 4 ഡിജിറ്റ്സ് ഫോർ ഇയർ ഓഫ് ബർത്ത്, 6 ഡിജിറ്റ്സ് ഫോർ റണ്ണിംഗ് നമ്പർ, ലാസ്റ്റ് ഡിജിറ്റ് ഫോർ സെക്യൂരിറ്റി റീസൺ ഒരു സം ആയിട്ടാണ് കൊടുത്തേക്കുന്നത്.
വാലിഡിറ്റി പെർമനന്റ് ഉണ്ട്, ടെമ്പററി ഉണ്ട്. എപ്പോഴൊക്കെ നമുക്ക് ചെയ്യാന്നുള്ള ഓപ്ഷൻസ്, അതായത് എപ്പോഴാണ് എക്സ്പയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് പേഷ്യന്റിന് കിട്ടുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അസസ്മെന്റ് കംപ്ലീറ്റ് അല്ലെങ്കിൽ നമ്മൾ ആരെയാണ് കോൺടാക്ട് ചെയ്യുന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്ര ഡീറ്റെയിൽസ് അതിനകത്ത് സൈറ്റിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറെ നേരത്തെ PWDs അതിന്റെ സക്സസ്ഫുൾ സ്റ്റോറീസും ബാക്കി കാര്യങ്ങളും അങ്ങനെ കുറെ ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് സൈറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ്. എല്ലാം സെൻട്രലൈസ്ഡ് ആയത് കാരണം യുണീക്ക് ആയിട്ടുള്ള ഒരു കാർഡും ഐഡന്റിറ്റി കാർഡും സർട്ടിഫിക്കറ്റും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് എനിക്ക് സൈറ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഒരുവിധം ഫെമിലിയർ ആയെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാമോ? ഡോക്ടർ സജീന, ചാറ്റ് ബോക്സിലെ 5 ക്വസ്റ്റ്യൻസ് കിടക്കുന്നു. പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിലെ വാട്ട് ഓൾ കണ്ടീഷൻ സിറ്റുവേഷൻസ് അസസ്മെന്റ് ബൈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അസസ്മെന്റ് നീഡഡ്. ഇപ്പൊ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കൊക്കെ സൈക്കോളജിസ്റ്റിന്റെ അസസ്മെന്റ് വേണം. അപ്പം നമുക്ക് മെന്റൽ ഇൽനെസ് ആണെങ്കിൽ അതിന് ആവശ്യമില്ല, സൈക്കാട്രിസ്റ്റ് സർട്ടിഫൈ ചെയ്താൽ മതി. IQ അസസ് ചെയ്യണം എന്നുള്ള കണ്ടീഷൻസിൽ നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വേണം അതിനകത്ത്. മാഡം, UDAD പോർട്ടൽ സർ, ആ മെസ്സേജ് എന്താ എഴുതിക്കുന്ന? മാഡം, UDAD പോർട്ടൽ UDI പോർട്ടലിൽ ഗ്ലോബൽ ഡെവലപ്മെന്റ് ഡിലേ എന്ന ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അത് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്, അതിനകത്ത് നമുക്ക് ക്രോണിക് ന്യൂറോളജിക്കൽ കണ്ടീഷൻസിന് വേണമെങ്കിൽ എഴുതാം. ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ ഇല്ല എന്നുള്ളത് നമ്മൾ മെസ്സേജ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. 5 years വരെയുള്ള കുട്ടികളെല്ലാം ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ എന്നാണ് ഡയഗ്നോസിസ് എഴുതണം എന്നാണ് ഗൈഡ് ലൈൻ പറയുന്നത്. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ടൈപ്പ് ചെയ്തിട്ട് ടൈപ്പിനകത്ത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എഴുതിയിട്ട് താഴോട്ട് അത് എഴുതുകയാണ് ചെയ്യുന്നത്. 5 years ഉള്ളവരുള്ള ഡയഗ്നോസിസ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് എഴുതാം. അപ്പം ഇന്റലക്ച്വൽ ഡിസബിലിറ്റി വന്നാലും താഴോട്ട് നമ്മൾ അതിൽ ഡയഗ്നോസിസ് എഴുതുമ്പോൾ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് എഴുതാതെ അതിനകത്ത് ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ എന്ന് എഴുതുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നോർമലി ഇപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത് എല്ലായിടത്തും. അപ്പൊ അങ്ങനെ ഒരു ക്വറി മുകളിലോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, മെയിൽ ചെയ്തിട്ടുണ്ട്. അടുത്തത് if not Madam, under if treatment. not under treatment at present pass for the, അപ്പം നമ്മൾ ടെമ്പററി ഇടുന്നതായിരിക്കും നല്ലത്. അപ്പം ഡിസബിലിറ്റി എപ്പോഴും നമ്മൾ മാക്സിമം ഇംപ്രൂവ്മെന്റ്, അത് സ്റ്റെബിലിറ്റി സ്റ്റേജ് എത്തിയതിനു ശേഷം മാത്രം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ ന്യൂറോളജിക്കൽ കണ്ടീഷൻസിലൊക്കെ ന്യൂറോളജിക്കൽ സ്റ്റെബിലിറ്റി വന്ന് 6 months കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ടെമ്പററി ഇട്ടിട്ട് വീണ്ടും അപ്പം സ്പൈനൽ കോഡ് ഇഞ്ചുറിയിലൊക്കെ ആണെങ്കിൽ 1 year സ്പൈനൽ ഷോക്ക് കഴിഞ്ഞ ശേഷമേ നമ്മൾ സർട്ടിഫൈ ചെയ്യാറുള്ളൂ. ആംബ്യൂട്ടീസിലാണ് ഒരു എക്സെപ്ഷൻ ഉള്ളത്. ആംബ്യൂട്ടീസിൽ നമ്മൾ അങ്ങനെ നോക്കിയിരിക്കാറില്ല. നേരത്തെ തന്നെ വേണമെങ്കിൽ പെർമനന്റ് ഇട്ട് കൊടുക്കാം. ബാക്കി ക്രോണിക് ന്യൂറോളജിക്കൽ കണ്ടീഷനിലൊക്കെ ന്യൂറോളജിക്കൽ സ്റ്റെബിലിറ്റി വന്നതിന് ശേഷം സർട്ടിഫൈ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ടെമ്പററി ഇട്ട് കൊടുക്കണം. 6 months കഴിഞ്ഞ് മാക്സിമം ട്രീറ്റ്മെന്റ് എടുത്ത് മാക്സിമം ഇംപ്രൂവ് ചെയ്തതിനു ശേഷം നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് റീഅസസ്മെന്റ് വേണം എന്നുള്ള കണ്ടീഷനിൽ ടെമ്പററി ഇട്ടാൽ മതി. IQ അസസ്മെന്റ് അനുസരിച്ച് ഓരോ തരം ഡിസബിലിറ്റി കൊടുക്കും. ബോർഡർ ലൈൻ ഇന്റലിജൻസ് ഉള്ളതിനകത്ത് ചിലപ്പം 40% ഡിസബിലിറ്റി വരത്തില്ല. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ടാണ് സർട്ടിഫൈ ചെയ്യുന്നത്. ഈ ബോർഡർ ലൈൻ ഇന്റലിജൻസ് ഉള്ള ആൾക്കാർക്ക്, IQ ഇപ്പോൾ കുറവുള്ള ആൾക്കാർക്ക് ബോർഡർ ലൈൻ ഇന്റലിജൻസ് വരാണെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു ഓർഡർ ഉണ്ട്. അവർക്ക് എക്സാം പർപ്പസിന് സ്ക്രൈബ് വെക്കാനായിട്ട് നമുക്ക് ബോർഡർ ലൈൻ ഇന്റലിജൻസ് ഉള്ള ആൾക്കാർക്ക് വേറെ സ്പെഷ്യൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അപ്പൊ അതിന് UDAD വേണമെന്ന് നിർബന്ധമില്ല. UDADയിൽ നമ്മൾ റിജക്ഷൻ, ഇതിനകത്ത് റിജക്ട് ചെയ്യാൻ പറ്റും. ഡിസബിലിറ്റി സൈറ്റിനകത്ത് ഇപ്പം 40% ഡിസബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബോർഡർ ലൈൻ ഇന്റലിജൻസ് ഉള്ളവർക്ക് റിജക്ഷൻ ലെറ്റർ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് അല്ലാതെ കൊടുക്കാം. പിന്നെ ഇപ്പം സൈറ്റിനകത്ത് പുതുക്കിയ ഗൈഡ് ലൈൻ പ്രകാരം പറയുന്നത് ഇപ്പൊ 2% ആണെങ്കിലും 3% ആണെങ്കിൽ പോലും അവർക്ക് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പം പുതുതായിട്ട് പറഞ്ഞേക്കുന്ന ഗൈഡ് ലൈൻ. ഇപ്പം അവർക്ക് 40% ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഇല്ല എന്ന് വെച്ച് സർട്ടിഫിക്കറ്റ് ഡിനൈ ചെയ്യാനുള്ള വകുപ്പ് നമുക്കില്ല.
അപ്പൊ നമ്മൾ എത്ര പെർസെന്റേജ്, ഈവൻ 1% ആണെങ്കിൽ പോലും പെർസെന്റേജ് ഇട്ടിട്ട് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പൊ പുതിയ ഗൈഡ് ലൈനിൽ പറയുന്നത്. സൈക്കാട്രിസ്റ്റ് മെമ്പർ ഫോർ SLD സർട്ടിഫിക്കറ്റ്. ആ സൈക്കാട്രിസ്റ്റും അതിന് മെമ്പർ ആണ്. നേരത്തെ ഞാൻ കാണിച്ചല്ലോ SLDക്ക് ആരൊക്കെ ബോർഡ് മെമ്പേഴ്സ് വേണം എന്നുള്ളത്. എത്ര റീസെന്റ് ആയി അസസ് ചെയ്തിട്ടുള്ള IQ ആണ് പരിഗണിക്കേണ്ടത്. സീഷർ ഡിസോർഡർ ഓർ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ചിൽഡ്രൻ. നമ്മൾ മാക്സിമം 6 months അസസ്മെന്റ് ആണ് എടുക്കുന്നത്. സീഷർ ഡിസോർഡർ, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ചിൽഡ്രൻ. സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി സെപ്പറേറ്റ് ബോർഡ് അല്ലേ? സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റിയിൽ ചിലപ്പോൾ മോർ ദാൻ 40% ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അതിന് മെമ്പേഴ്സിന്റെ ലിസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, അതനുസരിച്ച് കൊടുക്കാം. 40% ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യൽ ഫോമിൽ വേറെ എഴുതി എക്സാം പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം എക്സ്ട്രാ ടൈമിനോ അല്ലെങ്കിൽ സ്ക്രൈബിനോ വെക്കാനായിട്ട് നമുക്ക് എഴുതി കൊടുക്കാം. ആബ്സെന്റ് യൂട്രസ് ഹൈപ്പർട്രോഫിക് ഓവറീസിനൊന്നും ഇപ്പൊ പുതിയ അസസ്മെന്റിൽ വന്നിട്ടില്ല. പിന്നെ എക്സ്ട്രോഫി ബ്ലാഡറിന്റെ ഇപ്പൊ ഡിസ്കഷൻ, ന്യൂറോജനിക് ബ്ലാഡർ ഉണ്ടെങ്കിൽ നമുക്ക് ന്യൂറോജനിക് ബ്ലാഡറിന്റെ അണ്ടർ ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊടുക്കാം. അതായത് ആ പേഷ്യന്റ് ന്യൂറോജനിക്, അതായത് യൂറിനറി ഇൻകോണ്ടിനൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഹൈപ്പർട്രോഫിക് ഓവറീസും ആബ്സെന്റ് യൂട്രസിനൊന്നും പുതിയ ഗൈഡ് ലൈനിൽ വന്നിട്ടില്ല. MACT ബോർഡ് നമ്മുടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ ഇപ്പൊ പേരൂർക്കട മാത്രമാണ് നടത്തുന്നത്. അപ്പൊ നേരത്തെ ജനറൽ ഹോസ്പിറ്റലിലും ഇവിടെ ജനറൽ ഹോസ്പിറ്റലും ഇപ്പൊ നടക്കുന്നുണ്ട്. നേരത്തെ DMO ലെവലിലായിരുന്നു ബോർഡ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പേരൂർക്കടയും ചില ഹോസ്പിറ്റൽസിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഡിസ്ട്രിക്ട് ലെവൽ ഹോസ്പിറ്റൽസിൽ മാത്രമേ ഇപ്പൊ കൊടുക്കുന്നുള്ളൂ. ന്യൂറോളജിസ്റ്റ് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പൊ ഒരു സൂപ്രണ്ട് എപ്പോഴും ഗവൺമെന്റ് ഡോക്ടർ തന്നെ ആയിരിക്കണം. ഇപ്പൊ ഒരു ജില്ലയിലെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിലെ ന്യൂറോളജിസ്റ്റ് അവൈലബിൾ അല്ലെങ്കിൽ അത്ര എക്സ്പെർട്ടൈസ് ഉള്ള പ്രൈവറ്റ് ഡോക്ടർ വെക്കാന്നാണ് പുതുക്കിയ ഗൈഡ് ലൈനിൽ പറയുന്നത്. അക്കൗണ്ടർപ്ലേസിയ, ചൈൽഡ് വിത്ത് അക്കൗണ്ടർപ്ലേസിയ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാമോ എന്നുള്ളത്. അക്കൗണ്ടർപ്ലേസിയനകത്ത് ഷോർട്ട് സ്റ്റേച്ചർ, പിന്നെ അനോമലീസ് വരുമല്ലോ. ഹൈറ്റ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ആ ഹൈറ്റിന്റെ ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുമെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അത് ഈ പറഞ്ഞ പോലെ 40% വേണം നിർബന്ധമല്ല. 40% ഉണ്ടെങ്കിൽ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി അവർക്ക് ആനുകൂല്യങ്ങളെല്ലാം കിട്ടും. 40 ഇല്ലെങ്കിൽ നമുക്ക് ഉള്ള പെർസെന്റേജ് ഇട്ട് ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. If a person is not satisfied with the disability percentage, what is the procedure for giving appeal to the appellate body? അവർക്ക് അപ്പം അവര് നമ്മൾ പറഞ്ഞ പോലെ സെക്ഷൻ 56 പ്രകാരമാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്തേക്കുന്നത്. 57 പ്രകാരം ആരൊക്കെയാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും അപ്പീൽ ഇതുണ്ടെങ്കിൽ സെക്ഷൻ 59 പ്രകാരം അവർക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും. അപ്പം any person agreed with the decision of the certifying authority may appeal against such decision, which such time and in such manner as may be prescribed by the state government to such appellate authority as the state government may designate. അപ്പൊ നമുക്ക് കേരളത്തില് 5 മെഡിക്കൽ കോളേജസ്, ട്രിവാൻഡ്രം, കോഴിക്കോട്, തൃശ്ശൂർ, കോട്ടയം, ആലപ്പുഴ, ഇത്രയും മെഡിക്കൽ കോളേജസിന് നമുക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും. അപ്പീൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പലേറ്റ് അതോറിറ്റി ഷാൽ ഡിസൈഡ് the appeal in such manner as may be prescribed by the state government. ഒരു അപ്പലേറ്റ് ബോർഡിൽ വെച്ചിട്ട് വീണ്ടും അത് നടത്തിയിട്ട് ബോർഡ് നടത്തിയിട്ട് റീഅസസ്മെന്റ് അവിടെ നിന്ന് കൊടുക്കാൻ പറ്റും. സർട്ടിഫിക്കറ്റ് വാട്ട് ഈസ് സബ് ടൈപ്പ്? സബ് ടൈപ്പ് ഓരോ ഇപ്പൊ നമ്മുടെ ആംപ്യൂട്ടീസിനകത്തൊക്കെ തന്നെ ഡിഫറെന്റ് സബ് ടൈപ്സ് ഉണ്ട്. ഡയഗ്നോസിസിൽ വരുന്ന ക്ലാരിഫിക്കേഷൻസ് എഴുതാൻ വേണ്ടിയിട്ട് സബ് ടൈപ്പ് നിർബന്ധം മാൻഡേറ്ററി അല്ല, അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എക്സ്ട്രോഫി ബ്ലാഡർ ഇൻകോണ്ടിനൻസ്, യൂറോളജിസ്റ്റ് ഉള്ളിടത്ത് നമ്മൾ യൂഷ്വലി മെഡിക്കൽ കോളേജിലാണ് എക്സ്ട്രോഫി ബ്ലാഡർ ഉള്ള ആൾക്കാരെ വിടുന്നത്. നമ്മൾ സർട്ടിഫൈ ചെയ്യാറില്ല. മാക്ട് അപെക്സ് സെന്റേഴ്സ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഗൈഡ് ലൈൻസ് ഉണ്ടോ? വെദർ ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ്? ചേർക്കാമുണ്ടോ? ഈ ക്വസ്റ്റ്യൻ എനിക്ക് ക്ലിയർ അല്ല, അത് ഞാൻ വേണ്ടി ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം. മാക്ട് അപെക്സ് സെന്റേഴ്സ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ എന്ന് ഗൈഡ് ലൈൻസ് ഉണ്ടോ? ഓർ വെദർ ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് അറ്റ് താലൂക്ക് ലെവൽ? ഓക്കെ, അതെനിക്ക് ക്ലിയർ അല്ല, ഞാൻ നോക്കിയിട്ട് പറയാം, ചോദിച്ചിട്ട് എൻക്വയറി ചെയ്തിട്ട് പറയാം. ഇതാരായിരുന്നു? മാഡം, ഞാൻ ഡോക്ടർ രാജലക്ഷ്മിയാണ്. മാഡം, ഞാനാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. MACT ബോർഡ് ഡിസ്ട്രിക്ട് ലെവലിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അതോ താലൂക്ക് ഹോസ്പിറ്റൽസ് നമുക്ക് കൊടുക്കാനുള്ള പ്രൊവിഷൻ എന്തെങ്കിലും അങ്ങനെ ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ടോ എന്നുള്ളത്?
താലൂക്ക് ലെവലിൽ ഇപ്പൊ നമ്മൾ എടുക്കുന്നില്ല, നമ്മുടെ ട്രിവാൻഡ്രത്ത് എടുക്കുന്നില്ല. അത് വേണമെങ്കിൽ ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം മാഡം. രാജലക്ഷ്മി മാഡം അല്ലേ പറയാം. നോക്കിയിട്ട് താലൂക്ക് ലെവലിൽ മലപ്പുറം ജില്ലയിലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഉണ്ടല്ലേ? ആ ഓക്കെ ഓക്കെ. നമുക്കിവിടെ ഇപ്പൊ പേരൂർക്കടയും GH മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് 18 ഇയേഴ്സിൽ താഴെയുള്ള എല്ലാം ടെമ്പററി കൊടുക്കുന്നതാണ്. 18 ഇയേഴ്സ് കഴിഞ്ഞിട്ട് പെർമനന്റ് കൊടുക്കാവുന്നല്ല ഇപ്പൊ ഗൈഡ് ലൈൻ പറയുന്നത്. നേരത്തെ നമ്മൾ ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി പെർമനന്റ് ഉള്ളതെല്ലാം ഇട്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം 18 ഇയേഴ്സിൽ റീഅസസ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ 18 ഇയറിന്റെ നമ്മള് ടെമ്പററി കൊടുക്കുമ്പോ അതിന് പല പഞ്ചായത്തുകളും മറ്റേ അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു എന്നുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ട്. അതിനെന്തെങ്കിലും ഇല്ല, ഇടയ്ക്ക് നമ്മുടെ സ്റ്റേറ്റ് കമ്മീഷണർ, നമ്മുടെ ഡിസബിലിറ്റി കമ്മീഷണർ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ നിരോധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു റൂൾ, ഓർഡർ, ഗവൺമെന്റ് ഓർഡർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കമ്മീഷണർ ലെവലില് സാറ്, പഞ്ചാബേഷൻ സാറ് തന്നെ ഇടപെട്ടിട്ട് ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ നമുക്ക് ഗൈഡ് ലൈനിൽ ടെമ്പററി അല്ലേ ഇടാൻ പറ്റുന്നുള്ളൂ. സൈറ്റിനകത്ത് അതല്ലേ പറ്റുള്ളൂ, പെർമനന്റ് ഇടാൻ പറ്റുന്നില്ലല്ലോ. ടെമ്പററി ഉള്ളവർക്ക് ടെമ്പററി ഇട്ടാലല്ലേ നമുക്ക് റീഅസസ്മെന്റ് പീരീഡ്. അതെ അതെ. പിന്നെ നേരത്തെ വരെ ചോദിച്ച പോലെ ഇപ്പൊ അക്കോൺഡ്രോപ്ലാസിയ ഷോർട്ട് സ്റ്റാച്ചർ ഒക്കെ ബിലോ 18 ഇയർ വന്ന് നമ്മളിപ്പോ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നു എന്നല്ലേ ഇപ്പൊ പറയുന്നത്? അതെ അതെ അതെ. അക്കോൺഡ്രോപ്ലാസിയ അത് ബിലോ 18 ഇയേഴ്സ് അല്ലല്ലോ നേരത്തെ ചോദിച്ചത്. അതില് ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് മീൻ ഹൈറ്റ് വരണമെങ്കിൽ 18 ഇയേഴ്സ് കഴിഞ്ഞാലേ അസസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ വേറെ എന്തെങ്കിലും ഡിഫോമിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനേ പറ്റുള്ളൂ, അല്ലാതെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മളെല്ലാം 18 ഇയർ ആയിട്ടേ കൊടുക്കുന്നുള്ളൂ ഷോർട്ട് സ്റ്റാച്ചറിന്. നമ്മുടെ ഗൈഡ് ലൈനിലെ ഏജ് പറഞ്ഞേക്കുന്ന സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തിട്ടുള്ള ഗൈഡ് ലൈൻ പ്രകാരമല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനുശേഷം കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നേരത്തെ കുറെ നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്യേണ്ട കുറെ കാര്യം, അതൊക്കെ ഈ നോഡൽ ഓഫീസർ DM ഓഫീസിൽ അതാ സ്ഥലത്ത് ഇരുന്നിട്ട് മാത്രം ചെയ്യുന്ന സംഭവങ്ങളാണോ അല്ലേ? ഓൾറെഡി തന്നെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അവര് ചെയ്യണം എന്നാണ്. പക്ഷെ ഇപ്പം നമ്മുടെ സൈറ്റ് പുതുക്കി വന്നപ്പോഴത്തേക്കും DMO തലത്തിൽ എല്ലാ ആപ്ലിക്കേഷനും എടുക്കാൻ പറ്റുന്നില്ല. അവർ ട്രീറ്റിംഗ് ഹോസ്പിറ്റൽ ഏതാണോ വെക്കുന്നത് ആ ഹോസ്പിറ്റലിലെ സൈറ്റിൽ മാത്രമേ ഇത് വ്യൂ ചെയ്യാൻ പറ്റുന്നുള്ളൂ, വെരിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഇപ്പൊ വന്നിട്ടുണ്ട്. ഓരോ ദിവസം ഇപ്പൊ സൈറ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്ത ദിവസം എന്താണ് വരുന്നതെന്ന്, തലേ ദിവസം വരുന്നതല്ല, ഓരോ ദിവസം ഇങ്ങനെ അവര് ഇപ്പം റീവാമ്പ് ചെയ്തതിനു ശേഷം ഓരോ ദിവസം മോഡിഫിക്കേഷൻസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ മാറ്റണം എന്നുള്ളൊരു മെയില് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് മാറി വരും തോന്നുന്നു. ഇപ്പൊ ചില ആപ്ലിക്കേഷൻ അവർ ട്രീറ്റിംഗ് ഹോസ്പിറ്റലിൽ ഇപ്പൊ ചിറങ്കീഴ് വെക്കുകയാണെങ്കിൽ ചിറങ്കീഴ് ലോഗിൻ ചെയ്താൽ മാത്രമേ ആ ആപ്ലിക്കേഷൻ വ്യൂ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അതൊരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് എല്ലാരും പറയുന്നുണ്ട്. അപ്പൊ അതിന് മോളിൽ നിന്ന് അങ്ങനെ ഒരു ഓർഡർ ആയിട്ടൊന്നും വന്നിട്ടില്ല ഒന്നും. DMO ലെവലിൽ അതോ അതായത് ക്ലർക്കുമാരാണോ ചെയ്യുന്നത്? ഇതില് ഇൻവോൾവ് ആയിട്ടുള്ള ക്ലർക്കുമാരാണോ ഈ ഇതെല്ലാം ചെയ്യുന്നത്? ഈ ഡിജിറ്റൈസ് ചെയ്യുന്ന ഡോക്ടേഴ്സാണ് ചെയ്യുന്നത്. ക്ലർക്കുമാരല്ല, ഡോക്ടേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. ഡേറ്റ വെരിഫൈ ചെയ്യുന്ന പാർട്ട് മാത്രമേ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ചെയ്യുന്നുള്ളൂ. അതായത് അവരുടെ ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ, ആധാർ കറക്റ്റ് ആണോ. ചിലപ്പം നേരത്തെയൊക്കെ തന്നെ വേറെ പേഷ്യൻസിന്റെ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, വേറെ സർട്ടിഫിക്കറ്റ് വെച്ച് അവർക്ക് കയറാൻ പറ്റും. സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടേ ചിലപ്പോൾ വേറെ ആളുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും അവർ വെക്കുന്നത്. അപ്പൊ അങ്ങനെ കള്ളത്തരം കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെല്ലാം കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ഡിജിറ്റൈസ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ആളെ കാണുന്നില്ലല്ലോ. അപ്പം ഗംഗാധരൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അവസാനം സർട്ടിഫിക്കറ്റ് വെച്ചേക്കുന്ന വേറെ ആരുടെയെങ്കിലും ആവാം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നോക്കി ഫൈനലി ഡേറ്റ എൻട്രിക്കാർ അത് വെരിഫൈ ചെയ്താലും അതിലെ നോഡൽ ഓഫീസർ അതാ പറഞ്ഞ, അത് ആരാണോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ അവരത് കറക്റ്റ് നോക്കി വെരിഫൈ ചെയ്ത് മാത്രമേ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ആ ഡയഗ്നോസിസ് പാർട്ട് എൻ്റർ ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സ് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഇപ്പൊ എല്ലാ ജില്ലയിലും നോഡൽ ഓഫീസേഴ്സ്, ഇപ്പൊ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ മാത്രമേ നമ്മൾ PMR ഇരിക്കുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലുള്ള ആൾക്കാരെ ഇരിക്കുന്നത്. അപ്പം അതിപ്പോ ഇനിയിപ്പോ ഹോസ്പിറ്റൽ ലെവലിൽ ലോഗിൻ ചെയ്യേണ്ടി വരുമ്പോൾ ഡോക്ടേഴ്സിനെ ഏൽപ്പിക്കേണ്ടി വരും. എല്ലാ ഹോസ്പിറ്റലിലും ഏതെങ്കിലും ഡോക്ടറിനെ അത് ഏൽപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരും എനിക്ക് തോന്നുന്നു. നേരത്തെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ ആപ്ലിക്കേഷനും വ്യൂ ചെയ്യാൻ കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പൊ അത് അവര് ട്രീറ്റിംഗ് ഹോസ്പിറ്റൽ ഏതാണോ വെക്കുന്നത് അവർക്ക് മാത്രമേ ലോഗിൻ ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആകുന്നുണ്ട് ഇപ്പൊ. അപ്പൊ അത് ഇനിയിപ്പോ മാറി വരുമോ അത് മാറ്റിയെടുക്കുമോ എന്താന്നുള്ള അറിയത്തില്ല. കുറച്ചുകൂടെ അതായത് സെക്യൂർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ സൈറ്റ് ചെയ്യുന്നതെന്നാണ് ഇപ്പൊ പറയുന്നത്.
ഐക്യു അസിസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ SQ വെച്ച് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തൂടെ കുട്ടികൾക്ക്? അവരുടെ പിന്നെ ഇന്റലക്ച്വൽ അസസ്മെന്റ് ചെയ്യുന്നതിന് 2 സ്കോർ ഇല്ലേ? സൈക്കാട്രിസ്റ്റ് ആണെങ്കിലും ഉണ്ട് അതിനകത്ത്. SQ വെച്ചും എഴുതാറുണ്ട് അവര്. മാഡം ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. മാഡം നമുക്കിപ്പം പാലക്കാട് ജില്ലയില് ഇപ്പം ഒരു താലൂക്ക് ലെവലിൽ മെഡിക്കൽ ബോർഡ് നടത്തുമ്പം ഡോക്ടേഴ്സിനെ പെരിഫറിന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. അവിടെ അവൈലബിൾ അല്ലാത്ത ഡോക്ടേഴ്സിനെ, സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ മറ്റ് താലൂക്ക് ഹോസ്പിറ്റൽസിനെ എടുക്കുന്നുണ്ട്. അപ്പം ചില ഹോസ്പിറ്റൽസിൽ ഈ ഡോക്ടേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പറയുന്നുണ്ട്. അപ്പം അത് എന്തായിരിക്കും മാഡം? വേറെ ജില്ലകളിൽ നിന്ന് അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മുടെ ജില്ലയിൽ 2 അല്ല, അതിപ്പോ കറക്റ്റ് ആയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പം എടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള ഇപ്പൊ അത് കറക്റ്റ് ആയിട്ടുണ്ട്. മറൽമാരെല്ലാം ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് അത്. നേരത്തെ ഇടയ്ക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അങ്ങനെ. ഇപ്പം നമുക്കൊന്നും അത് വലിയ ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല. ഇപ്പൊ എടുക്കുമ്പോൾ തന്നെ എല്ലാ ഡോക്ടേഴ്സും വരുന്നുണ്ട്. ഇപ്പൊ പിന്നെ ഇന്നലെ സൈറ്റിൽ വീണ്ടും ഒരു അപ്ഡേഷൻ ഇന്നലെ വീണ്ടും ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഡോക്ടേഴ്സ് ട്രാൻസ്ഫർ ആയി പോയാലും ഡിസ്ട്രിക്ട് മാറി പോയാലും അവരുടെ പഴയ ഇത് അവിടെ അതുപോലെ നിൽക്കുന്നുണ്ട്, നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ള ഒരു ഓപ്ഷൻ ഇന്നലെ വന്നു പറഞ്ഞിട്ട് മെസ്സേജ് കിടപ്പുണ്ടായിരുന്നു. ഇപ്പൊ ആ പ്രോബ്ലം വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിവതും ഡോക്ടേഴ്സ് ശ്രദ്ധിക്കാനുള്ളത് അവരുടെ മെയിലിൽ വരുന്ന സർട്ടിഫിക്കറ്റ് അവർ എഴുതിയേക്കുന്ന പോലെയാണോ ഡയഗ്നോസിസ് വന്നേക്കുന്നുള്ള അറ്റ്ലീസ്റ്റ് വ്യൂ ചെയ്യാനെങ്കിലും അത് നോക്കാനെങ്കിലും ഒരു ഇത് കാണിച്ചില്ലെങ്കിൽ പിന്നെ സർട്ടിഫിക്കറ്റ് ജനറേറ്റഡ് ആകുമ്പോൾ നമ്മളാണോ കൊടുത്തതെന്നുള്ളൊരു സംശയം വരും. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ എല്ലായിടത്തും എനിക്ക് തോന്നുന്നു ഡേറ്റ ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ് ലൈബ്രറിയന്മാർ തന്നെയാണ് ചെയ്യുന്നത്. അവർക്ക് നല്ല ലോഡ് ആകുന്നുണ്ട് ഇത്. അപ്പം ഇപ്പൊ നമ്മള് KSSM റിക്വസ്റ്റ് കൊടുത്തിട്ട് ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സിനെ തരാന്ന് പറഞ്ഞപ്പോൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിന് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാ ജില്ലയിലും ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തരാന്ന് KSSM പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടുകയാണെങ്കിൽ DMO തലത്തിൽ ഇരുന്നിട്ട് ബോർഡ് കൂടുന്ന ദിവസം അതാത് ഹോസ്പിറ്റലിൽ പോയി MRLസിനെ സഹായിക്കാനുള്ള ഒരു ഓപ്ഷൻ അങ്ങനെ മെയിൽ ചെയ്ത് അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാകുമ്പോഴത്തേക്കും ബോർഡ് നടക്കുന്നിടത്ത് അവർക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും വന്നിട്ട്. അറ്റ്ലീസ്റ്റ് ഡോക്ടേഴ്സ് എല്ലാം ഈ അസസ്മെന്റ് പാർട്ടും മെഡിക്കൽ ബോർഡ് റെക്കമെൻഡേഷൻ പാർട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാവും. അപ്പൊ നമ്മുടെ നെടുമങ്ങാടൊക്കെ എല്ലാ ഡോക്ടേഴ്സും വന്ന് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് ലൈബ്രറിന്റെ അടുത്ത് തന്നെ വന്നിരുന്ന് ഫ്രീ ടൈം കിട്ടുമ്പോൾ വന്നിരുന്ന അവരുടെ ഡയഗ്നോസിസ് എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റുമല്ലോ നമ്മൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പീലിന്റെ കാര്യം പറഞ്ഞു സജിന. അപ്പൊ ഈ അപ്പലേറ്റ് നമ്മളിപ്പോ നമ്മളെ മലബാർ ഏരിയയിലാണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അപ്പലേറ്റ് ആണോ? കോഴിക്കോട് മെഡിക്കൽ കോളേജ് അപ്പലേറ്റ് ബോർഡാണ്. അല്ല, സ്റ്റേറ്റിൽ മൊത്തം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് മാത്രം മുമ്പ് ചോദിക്കുന്നത്. അല്ല, 5 മെഡിക്കൽ കോളേജസ് എന്നാണ് നമ്മുടെ പഴയ കമ്മീഷണർ പറഞ്ഞത്. 5 മെഡിക്കൽ കോളേജസ് അപ്പലേറ്റ് ബോർഡാന്നാ പറഞ്ഞത് നമ്മുടെ. അപ്പൊ അവിടെ അപ്പലേറ്റ് ബോർഡില് പേഷ്യന്റ് പോണെങ്കിൽ അവര് സൂപ്രണ്ടിന് നേരിട്ട് അപേക്ഷ കൊടുക്കണോ അതോ അതും നമുക്ക് സ്വാവലംബം വഴി അവർ ചെയ്യണോ? അല്ല, ഇതിനകത്ത് സ്വാവലംബൻ വഴി ഇല്ല. അപ്പലേഷൻ അല്ലാതെ റിക്വസ്റ്റ് കൊടുക്കുന്നതായിട്ടാണ് ഇപ്പൊ കണ്ടിട്ടുള്ളത്. സ്വാവലംബനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടിട്ടില്ല. അപ്പൊ ഡയറക്ട്ലി സൂപ്രണ്ട് പോയിട്ട് പണ്ടത്തെ പോലെ അപേക്ഷ കൊടുക്കലായിരിക്കും. റിക്വസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ മെഡിക്കൽ കോളേജിൽ ഇപ്പൊ ബോർഡ് ഇതുവഴി തന്നെയാണ് കൊടുക്കുന്നത്. ഓൺലൈൻ സർട്ടിഫിക്കേഷൻ തന്നെയാണ്. മാഡം, ആപ്ലിക്കന്റ് ആണോ അപേക്ഷ കൊടുക്കണ്ടേ? അത് ആ പ്രോസസ് എങ്ങനെയാ മാഡം അപ്പീൽ കൊടുക്കുമ്പം? ആപ്ലിക്കന്റിന് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ അത് എഴുതിയിട്ട് ബൈസ്റ്റാൻഡർ കൊണ്ട് കൊടുത്താലും മതി. അപ്പൊ മാം ഓൺലൈൻ മെഡിക്കൽ കോളേജിൽ ഓൺലൈൻ ചെയ്യുമ്പം അപ്പൊ മറ്റൊരു ജില്ലയിലോട്ടാണ് പോകുന്നതെങ്കിൽ അപ്പൊ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ലല്ലോ. മനസ്സിലായില്ല മാഡം. പാലക്കാടാണെങ്കിൽ മെഡിക്കൽ കോളേജ് തൃശ്ശൂരിലോട്ടാണ് വിടുന്നത്. അപ്പം പാലക്കാട് ജില്ലയിലെ ആപ്ലിക്കേഷൻസ് അങ്ങോട്ടേക്ക് വ്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ തൃശ്ശൂർ ജില്ലയില്. അവർക്ക് അങ്ങനെ അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാമല്ലോ. അവർക്ക് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ സൈറ്റിനകത്ത്. ആപ്ലിക്കേഷൻസ് അവർ നമുക്ക് ഏത് ഹോസ്പിറ്റലാണോ തമ്മിൽ കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് ആപ്ലിക്കേഷൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്.
ഓക്കെ മാഡം. അപ്പം CMO ലോഗിനിലൂടെ നമ്മൾ DMO ലെവലിലാണോ ചെയ്യേണ്ടത്, അതോ ഇൻഡിവിജ്വൽ ഹോസ്പിറ്റൽ അപ്പൊ ലോഗിനിലാണോ അതിനകത്ത് ചെയ്യേണ്ടത്? ഹോസ്പിറ്റലിനകത്ത് നമ്മള് ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏത് ഹോസ്പിറ്റൽ ഇപ്പൊ Okay. നമുക്ക് പിന്നെ ജില്ലയിൽ തന്നെ പിന്നെ പേഷ്യന്റ് പോകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പൊ ജനറൽ ഹോസ്പിറ്റലായിരിക്കും അവർ കൊടുത്തേക്കുന്നത്. അപ്പൊ അങ്ങനെ ജനറൽ ഹോസ്പിറ്റലിനെ MRLനെ കോൺടാക്ട് ചെയ്തിട്ട് അവിടുത്തെ ലോഗിനിൽ കയറി എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർക്കുണ്ട്. എഡിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ മാറി വരുന്നുണ്ട് അത്. ഇപ്പൊ അത് എഡിറ്റ് ചെയ്യുമ്പോൾ മാറി വരുന്നുണ്ട്. ഇനി സൈറ്റ് വീണ്ടും റിവാമ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്റ്റേറ്റ് മൊത്തം വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഓരോ ദിവസം ഓരോ രീതിയിലാണ് സൈറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്ന് പുതിയ ചേഞ്ചസ് വരുമ്പോൾ കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആകുമെന്ന് തോന്നുന്നു. നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് കറക്റ്റ് ആയിട്ട് നമ്മുടെ മെയിലിൽ വരുന്നൊന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത് നന്നായിട്ടിരിക്കുന്നു തോന്നുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹലോ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ലാസ്റ്റ് ഇപ്പൊ വന്നിട്ട് MCH പരിയാരം അപ്ലറ്റ് ബോർഡ് അല്ലേ? പരിയാരം അപ്ലറ്റ് ബോർഡ് അല്ലാന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. 5 മെഡിക്കൽ കോളേജസ് അല്ലേ ഉള്ളൂ. ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി കേസ് മാക് ബോർഡിൽ വന്നപ്പോൾ ന്യൂറോസർജനുള്ളടുത്ത് റെഫർ. ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറിയിൽ നമ്മൾ PMR സ്പെഷ്യലിസ്റ്റ് ഉള്ളടുത്ത് സർട്ടിഫൈ ചെയ്തുകൂടെ സാറേ? പ്രദീപ് സാറേ, അതെ, നമ്മള് ലോക്കോമോട്ടർ വെച്ചിട്ട് ചെയ്യാം. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ പേഷ്യന്റ് വല്ല കോഗ്നിഷൻ ഇഷ്യൂസോ മറ്റോ ഉണ്ടെങ്കിൽ സൈക്യാട്രിസ്റ്റും കൂടി അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റും കൂടി വേണ്ടി വരും. സൈക്യാട്രിസ്റ്റോ ന്യൂറോളജിസ്റ്റോ വേണ്ടി വരും, കോഗ്നിഷനോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് പറയുകയാണെങ്കിൽ. അല്ലെങ്കിൽ ലോക്കോമോട്ടർ മാത്രമായിട്ട് നമ്മൾ ചെയ്തേണ്ട കാര്യമുള്ളൂ. നമ്മളാണ് മുമ്പ് ചെയ്തിരുന്നതും അതിന്റെ ആവശ്യമുള്ളൂ. അവരുടെ സൈക്യാട്രിസ്റ്റിനെ വെച്ച് അവരുടെ കോഗ്നിഷനോട് അസസ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. നമ്മളിവിടെ കൊടുക്കാറുണ്ട്. പിന്നെ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂറോസർജൻ ഒരു മസ്റ്റ് അല്ല, സർജറി ഉണ്ടെങ്കിൽ പോലും ന്യൂറോസർജൻ ഒരു മസ്റ്റ് അല്ല. കാരണം നമ്മൾ അയാളുടെ മറ്റേ എന്താ പറയാ ഡിസബിലിറ്റി നമ്മൾ അസസ് ചെയ്യുന്നത് അയാളുടെ ഫങ്ഷണൽ ഡിസബിലിറ്റി ആണ് അസസ് ചെയ്യുന്നത്, അല്ല ന്യൂറോസർജിക്കൽ പ്രോബ്ലത്തിനായിട്ടല്ലോ പെർസെന്റേജ് കൊടുക്കുന്നത്. ന്യൂറോസർജൻ ഒരിക്കലും ഒരു മസ്റ്റേ അല്ല. പക്ഷെ ഒരു കോമ്പൻസേഷൻ ചോദിക്കുമ്പോൾ അത് മാക്ടേ തന്നെയാ. ന്യൂറോളജിസ്റ്റ് ഉണ്ടെങ്കിൽ മോർ ദാൻ ഇനഫ് ആണ്. ന്യൂറോസർജൻ എസെൻഷ്യൽ അല്ല. അതിൽ അപ്പലേഷന് പോവുകയാണെങ്കിൽ മാത്രം ന്യൂറോസർജനും കൂടി പറയാറുണ്ട് സാധാരണ. അല്ലെങ്കിൽ ലോക്കോമോട്ടർ വെച്ച് നമ്മൾ തന്നെ കൊടുക്കാറ്. ഓക്കെ, ഇപ്പൊ ഇതിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാറേ, കേൾക്കാം. കേൾക്കുന്നുണ്ട്. എന്തായാലും വളരെ ഒരു അറിയാത്തൊരു കാര്യം കേൾക്കണമായിരുന്നു. ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ജനറൽ ഐഡിയ നമുക്ക് കിട്ടി. ഇങ്ങനെയൊക്കെയാണ് ആരെങ്കിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റി. അതായത് അതർ സ്പെഷ്യാലിറ്റീസ്, പ്രത്യേകിച്ച് അനസ്തേഷ്യക്കാരൊന്നും ഇതിനെ വിളിക്കത്തില്ലല്ലോ എന്നെ സംബന്ധിച്ചോളം. അപ്പോൾ വളരെ ആക്റ്റീവായിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു. കുറെ ആക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും സംശയങ്ങൾ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾ സെക്രട്ടറിമാർ വഴി എനിക്ക് അയച്ചു തന്നാൽ ഞാൻ കൺസേൺഡ് എക്സ്പെർട്ടിന് അയച്ചു കൊടുത്ത് അതിന്റെ റിപ്ലൈ ഞാൻ സൈറ്റിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ ഒരു ആക്റ്റീവായിട്ടുള്ളൊരു 2 hour സെഷനാണ് കടന്നു പോയിരിക്കുന്നത്. വളരെ എന്താ പറയാ എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷനും കാര്യം വളരെ ഷോർട്ട് ആയിട്ടാണ് ഓരോ. എക്സ്ക്യൂസ് മീ സാർ, ഒരു കാര്യം റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ. അത് ഞങ്ങള് പീഡിയാട്രീഷ്യൻസിനൊക്കെ പെട്ടെന്ന് നമ്മളെ ബോർഡ് കൊണ്ട് ഇരുത്തിയ പോലെയാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ അത്ര വലിയ ട്രെയിനിങ്ങോ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അപ്പൊ ബ്ലഡ് ഡിസ്ക്രേസിയ അങ്ങനത്തെയൊക്കെ നമുക്കൊരു ട്രെയിനിങ് പീഡിയാട്രീഷ്യൻ പ്രത്യേകിച്ച് പെട്ടെന്ന് ആദ്യം ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പൊ നമുക്കൊരു ട്രെയിനിങ് പീഡിയാട്രീഷ്യൻസിന് തരാൻ പറ്റുമോ? അതിനകത്ത് മാഡം എന്താ പറയുക, ഗസറ്റ് ഓഫ് ഇന്ത്യ നോട്ടിഫിക്കേഷൻ, ഗസറ്റ് ഓഫ് ഇന്ത്യ നമ്മുടെ സൈറ്റിൽ കിടപ്പുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഞാൻ സന്തോഷ് സാറിന് ഷെയർ ചെയ്തുതരാം. ഗസറ്റ് ഓഫ് ഇന്ത്യ പുതിയ ഗൈഡ് ലൈൻ, ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻ. അപ്പൊ അതൊന്ന് എനിക്കൊന്നും എല്ലാവരുടെ കയ്യിലും ഉണ്ട്. അതിനകത്ത് വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ട്രെയിനിങ് നമ്മൾ വായിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നേരത്തെയൊക്കെ നമ്മൾ ഡിസബിലിറ്റി ട്രെയിനിങ് എല്ലാ ഡിസ്ട്രിക്റ്റിലും നടത്തിയിട്ടുണ്ടായിരുന്നു.
അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് പീഡിയാട്രീഷ്യൻസ്, ട്രിവാൻഡ്രത്തൊക്കെ പീഡിയാട്രീഷ്യൻസ് ഒക്കെ അന്ന് ട്രെയിനിങ്ങിന് വന്നിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ സ്റ്റേറ്റ് ലെവലിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് ലെവലിൽ ഓരോ ഹോസ്പിറ്റലും കേന്ദ്രീകരിച്ച് വേണമെങ്കിൽ ട്രെയിനിങ് അറേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാ ജില്ലയിലും എനിക്ക് തോന്നുന്നു നമ്മുടെ PMR സ്പെഷ്യലിസ്റ്റുകൾ, ഫിസിക്കൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് എല്ലാ ജില്ലയിലും ഉണ്ട്. അപ്പം യൂഷ്വലി എല്ലായിടത്തും ട്രെയിനിങ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ വിശ്വാസം. മാഡം ഏത് ഡിസ്ട്രിക്റ്റിലാണ് മാഡം? ഞാൻ കോഴിക്കോട് ഡിസ്ട്രിക്റ്റാ. നമ്മളൊക്കെ പെട്ടെന്ന് ബോർഡ് കൊണ്ടുപോയി ഇരുത്തി, നമുക്കൊന്നും അറിയുന്നില്ല. അപ്പം പ്രദീപ് സാർക്ക് കാലിക്കറ്റ് അല്ലേ? പ്രദീപ് സാർ കോഴിക്കോടല്ലേ? മലപ്പുറം ആണോ? മാഡം പറഞ്ഞാല് പിന്നെ പീഡിയാട്രിഷ്യൻ മാഡം പറഞ്ഞാൽ ഒരു കാര്യം പറയാം. ഇത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് തീർത്തിയല്ല. കാരണം IAP അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെട്ടതാണ് ഞങ്ങൾ പീഡിയാട്രിഷ്യൻ ബോർഡിൽ. അതാണ്. പക്ഷെ നമ്മളൊരു സ്ഥലത്ത് ഇരുത്തി ഒരു പ്രത്യേക ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ നമുക്കൊരു വിവരം വേണ്ടേ? അത് മാഡം, ഈ ഗൈഡ് ലൈൻ നമ്മളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. ഈ ഗൈഡ് ലൈൻ ഇപ്പൊ ഞാൻ ബീച്ചിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ അങ്ങോട്ട് ട്രാൻസ്ഫേർഡ് ആണ്. അപ്പൊ മാഡം വരികയാണെങ്കിൽ ആ ഗൈഡ് ലൈൻ നമുക്ക് അവിടുന്ന് തരാവുന്ന, ഡിസ്കസ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മളെ ഗൈഡ് ലൈനിന്റെ കോപ്പി വാങ്ങിച്ചുകൊണ്ടായാൽ അത് ശരിക്കും ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ തന്നെ വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഗൈഡ് ലൈനിലുള്ളത്. നമ്മളെല്ലാരും ബോർഡിലെ ഗൈഡ് ലൈനും കൊണ്ടുപോയാണ് ഇരിക്കുന്നത്. പലതും നമുക്ക് അല്ലാതെ കാണാതെ പഠിക്കാൻ പറ്റത്തില്ല. പിന്നെ കുറെ ഉണ്ട് അതിനകത്ത്. പണ്ടേ ഉള്ള ഒരു ഗൈഡ് ലൈൻസ് ഗസറ്റിൽ അത് ലേറ്റസ്റ്റ് ഉണ്ടോ? ലേറ്റസ്റ്റ് ഉണ്ട്. 2024 മാർച്ചിലാണ് ഇപ്പൊ ലേറ്റസ്റ്റ് അമെന്റ്മെന്റ് വന്നേക്കുന്നത്. അതെ, ഈ March 24 തൊട്ടിട്ട് പുതിയ ഗൈഡ് ലൈൻ. വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും കുറച്ച് വ്യത്യാസങ്ങൾ അതിലുണ്ട് പുതിയ ഗൈഡ് ലൈനിൽ. അതൊന്ന് ഷെയർ ചെയ്യാം. അതിന്റെ സോഫ്റ്റ് കോപ്പി ഉണ്ട്, ഹാർഡ് കോപ്പി ഉണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഷെയർ ചെയ്യുകയാണെങ്കിൽ ഗസറ്റ് ഓഫ് ഇന്ത്യ നോട്ടിഫിക്കേഷൻ ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻ 2024 എന്ന് അടിച്ചാൽ തന്നെ വരും മാഡം. ഗസറ്റ് ഓഫ് ഇന്ത്യ നോട്ടിഫിക്കേഷൻ. ഒരു കാര്യം ചെയ്യാം, ആ സോഫ്റ്റ് കോപ്പി എനിക്ക് അയച്ചു തരാണെങ്കിൽ ഞാനത് എല്ലാ KGMO എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യാം, കിട്ടുന്നതായിരിക്കും. പിന്നെ രണ്ടാമത് എല്ലാ ഡിസ്ട്രിക്ട് KGMO ഡിസ്ട്രിക്ട് കമ്മിറ്റികളോടും ഈ ട്രെയിനിങ്ങുകൾ നടത്താനായിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ ആ ലെവലിൽ ഇറക്കുമ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ ട്രെയിനിങ് എടുക്കാമല്ലോ. കാരണം ചിലപ്പോൾ വായിച്ചാലല്ല, ചിലപ്പോൾ ഒരു ബൈ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ എളുപ്പം. അപ്പം അങ്ങനെ ഒരു KGMO ഡിസ്ട്രിക്ട് ബോഡീസിനോട് ഞങ്ങൾ ആവശ്യപ്പെടാം, ഇങ്ങനെ ട്രെയിനിങ്ങുകൾ എല്ലാവർക്കും വേണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ എന്താ പറയുക, വളരെ എക്സോസ്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കുകയാണ്. ഇനിയും സംശയങ്ങളും ഉണ്ടാവും. അപ്പോൾ സംശയങ്ങൾ അയച്ചു തരിക, അതിനുള്ള ആൻസറുകൾ നമ്മൾ ഗ്രൂപ്പുകൾ വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ഡോക്ടർ അഭിലാഷ് കൃഷ്ണനോട് നന്ദി പറയാനായിട്ട് ക്ഷണിക്കുന്നു. അഭിലാഷ്. കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കുന്നുണ്ട്. സന്തോഷ് സാറ് പറഞ്ഞ പോലെ തന്നെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് പീഡിയാട്രീഷ്യന്മാരെല്ലാവരും വളരെ ഇൻട്രസ്റ്റോടു കൂടി കേട്ടിരുന്ന ഒരു ക്ലാസ് ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പൊ അവരുടെ കൺസേൺസ് പറയുന്നത് കേട്ടു. അപ്പൊ എന്റെ വൈഫും ഇവിടെ എടുത്തിരുന്ന ഈ സെയിം കൺസേൺസ് എല്ലാം പറയുന്നുണ്ട്. അപ്പോ പ്രോഗ്രാമിന് നന്ദി അറിയിക്കുകയാണ് എനിക്ക് നൽകിയിരിക്കുന്ന കർത്തവ്യം. ആദ്യമായിട്ട് നമ്മുടെ എല്ലാ സ്റ്റേറ്റ് ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ഓരോ ജില്ലയിലെ KGMO ഭാരവാഹികൾക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നന്ദി അറിയിക്കാനായിട്ടുള്ളത് നമ്മുടെ KGMO സ്റ്റേറ്റ് സർവീസ് സെല്ലിന്റെ സന്തോഷ് സാറിനും അതുപോലെ തന്നെ ഷാരോൺ സാറിനുമാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഫാക്കൽറ്റി മാഡത്തിന് ഞാൻ ഈ വൈകിയ വേളയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് നമുക്ക് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്തത്. പിന്നെ ഈ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമാകാനായിട്ട് വിവിധ ജില്ലകളിൽ നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത പ്രിയപ്പെട്ട KGMO മെമ്പേഴ്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഇതുപോലുള്ള ഇനി സെഷനുകളും ഇനിയും ഉണ്ടാവും. അതിനുവേണ്ടിയുള്ള എല്ലാവരും ഇതിൽ അറ്റൻഡ് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ശുഭരാത്രി എല്ലാവർക്കും ആശംസിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് KGMO. താങ്ക് യു സർ.